ബഹുമാനപ്പെട്ട ശ്രീ സി രാധാകൃഷ്ണൻ, ശ്രീമതി വത്സല രാധാകൃഷ്ണൻ, സുഹൃത്തുക്കളെ, സെറീന ട്രസ്റ്റിൻ്റെ ഈ മാസത്തെ പ്രഭാഷണത്തിനായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കൂടെ സുപരിചിതനായ ശ്രീ സി രാധാകൃഷ്ണനെയാണ്. അതിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. സി രാധാകൃഷ്ണനെ സദസ്സിന് പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യണം എന്നാണ് ഈ സെറീന ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയായ പ്രൊഫസർ പി സുധാകരൻ്റെ ഉത്തരവ്. പക്ഷെ ഇത് രണ്ടും തികച്ചും ആവശ്യമില്ലാത്തതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, ശ്രീ സി രാധാകൃഷ്ണനെ ഈ സദസ്സിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ടൊരു പരിചയപ്പെടുത്തലിൻ്റെ പ്രസക്തി ഇവിടെയില്ല. രണ്ടാമത് എന്നോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണമെന്നാണ്. അതും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ ഹാളിലേക്ക് കടന്നു വരുന്നപ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ സ്വാഗതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി വേറെ ഒരു സ്വാഗതം ഞാൻ പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഈ രണ്ട് പ്രവൃത്തിയും ചെയ്തില്ലെങ്കിൽ സെറീന ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയുടെ ചന്ദ്രഹാസം എൻ്റെ നേരെ എന്തായാലും ഉണ്ടാവുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഔപചാരികമായി ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ശ്രീ സി രാധാകൃഷ്ണനെ പറ്റി എനിക്ക് അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും വായിച്ച് വളരെ കാലമായി തന്നെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇനി പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. 1939 ചമ്രവട്ടത്ത് ജനനം, മാധവൻ നായർ, ശ്രീ മാധവൻ നായർ അച്ഛൻ, ജാനകി അമ്മ. ചമ്രവട്ടത്ത് തന്നെയുള്ള പ്രൈമറി വിദ്യാഭ്യാസം, അതിനുശേഷം പൊന്നാനി AV ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ ഡിഗ്രി പഠനം, അതിനുശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിലെ PG പഠനം. ഇതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറയാനാണെങ്കിൽ. അതിനുശേഷം അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ 1960 മുതൽക്ക് തന്നെ പല തസ്തികകളിലും സയൻറ്റിഫിക് അസിസ്റ്റൻ്റായിട്ടും അങ്ങനെ പലതും ആയി ജോലി ചെയ്തു. ആ അവസരത്തിലെല്ലാം അദ്ദേഹം എഴുതിയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം സയൻസ് ടുഡേ എന്നുള്ളതിൻ്റെ എല്ലാം എഡിറ്ററായിരുന്നു. അത് കഴിഞ്ഞ് 1970കളിലാണ് തോന്നുന്നു ലിങ്ക് എന്ന് പറഞ്ഞ അതിൻ്റെ പത്രാധിപരായിരുന്നു. 1982 വീക്ഷണത്തിൻ്റെ പത്രാധിപരായിരുന്നു. ഏതാണ്ട് 2000 ആ കാലത്ത് മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു. അപ്പം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ പല ഘട്ടങ്ങളായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹം വളരെയധികം വായനക്കാരുള്ള പല പുസ്തകങ്ങളും എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ പത്രരംഗത്തുള്ള പ്രവർത്തനം, സാഹിത്യകാരൻ എന്നുള്ള പ്രവർത്തനം, അതോടൊപ്പം തന്നെ സിനിമാ രംഗത്തും ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഓർമ്മയുള്ളത് പല തിരക്കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രിയ, അഗ്നി, ഒറ്റയടിപ്പാത, ഇതൊക്കെ ഇദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമകളാണ്. ഇത് പ്രിയ ആണെന്ന് തോന്നുന്നു.
ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വേറൊരു രംഗത്തുള്ള പ്രവർത്തനം. പിന്നെ പുസ്തകങ്ങൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. ഒരു 72-73 കാലത്ത് ഞാൻ തവനൂരിൽ അധ്യാപകനായിരുന്നപ്പോൾ ഞാനും തായാട്ട് ശങ്കരനും എം ഗോവിന്ദനും എടശ്ശേരിയും എം ഗംഗാധരനുമൊക്കെ ഭാരതപ്പുഴയുടെ തീരത്ത് ചിലവഴിച്ചിരുന്ന സമയത്ത് പലപ്പോഴും എൻ്റെയല്ല അവരുടെയൊക്കെ ചർച്ചയിൽ വന്നിരുന്നത് ശ്രീ സി രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ള എല്ലാം മായ്ക്കുന്ന കടൽ, പുഴ മുതൽ പുഴ വരെ, സ്പന്ദമാവിനികളെ വിട, ഇനിയൊരു നിറകൺ ചിരി, ഇതൊക്കെയായിരുന്നു. അപ്പം അന്ന് ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതിലെ കാര്യങ്ങളൊക്കെ അവരൊക്കെ പറയുന്നത് കേട്ട് ശ്രീ രാധാകൃഷ്ണനോട്, അതിൻ്റെ എഴുത്തുകാരനോട് ഞാൻ അറിയാതെ തന്നെ ഒരു ആരാധന ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ മാനേജിങ് ട്രസ്റ്റി പറഞ്ഞ ആദ്യത്തെ കാര്യം, ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ചെയ്തു. ഇനി സ്വാഗതം പറയുക എന്നുള്ളതാണ്. വളരെയേറെ സന്തോഷത്തോടു കൂടി സെറീന ട്രസ്റ്റിൻ്റെ ഇന്നത്തെ ഇതിൽ നമ്മളോട് മനുഷ്യരാശിയുടെ നാളെ എന്ന വിഷയത്തെ പറ്റി സംസാരിക്കാൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിൽ നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ സെറീന ട്രസ്റ്റിന് വേണ്ടിയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഇന്നിവിടെ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ വിശദീകരണമോ ആവശ്യമുണ്ടെങ്കിൽ അത് എഴുതി ഇതിൻ്റെ ആൾക്കാരെ ഏൽപ്പിക്കണം. അതിനുശേഷം ആ ചോദ്യം ചോദിച്ചവർക്ക് ഓരോരുത്തർക്കായി മൈക്ക് കൈമാറുന്നതും അവർക്ക് ആ ചോദ്യം ചോദിക്കാവുന്നതുമാണ്. ഇദ്ദേഹം നമുക്കതിനുള്ള മറുപടി തരും എന്നുള്ളതാണ്. ഇനി എനിക്ക് അവസാനമായി ഒരു കാര്യവും കൂടെ ചെയ്യാനുള്ളത്, അത് മാനേജിങ് ട്രസ്റ്റി പറഞ്ഞതല്ല, പക്ഷെ ഞാൻ ചെയ്യുകയാണ്. ഏതാണ്ട് 55 വർഷം, അതിലും അധികമാണോ എന്ന് എനിക്കറിയില്ല, മുമ്പേ എൻ്റെ പ്രീ ഡിഗ്രി ക്ലാസ്സിലിരുന്ന് പഠിച്ച വിദ്യാർത്ഥിനിയാണ് ശ്രീമതി രാധാകൃഷ്ണൻ. അപ്പോൾ അവര് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു അപൂർവമായിട്ട് കിട്ടുന്നതാണെന്ന് തോന്നുന്നു. 55 വർഷം മുമ്പ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ച ഒരു കുട്ടിയെ എനിക്ക് ഇങ്ങനൊരു വേദിയിൽ വെച്ച് സ്വാഗതം ചെയ്യാൻ ഒരു അവസരം കിട്ടുക. അതുകൊണ്ട് ഞാൻ വത്സലയെ, ശ്രീമതി വത്സല രാധാകൃഷ്ണനെ എൻ്റെ പേരിലും നിങ്ങളുടെയൊക്കെ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സി രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ഗുരു പരമ്പരയ്ക്ക് പ്രണാമം. എല്ലാവർക്കും എൻ്റെ സ്നേഹവും അഭിവാദനങ്ങളും. പാലാട്ട് സാറ് എന്നെപ്പറ്റി പറഞ്ഞതൊക്കെ, വിശേഷണങ്ങളായി പറഞ്ഞതൊക്കെ എൻ്റെ ഭാര്യയോടുള്ള ശിഷ്യവാത്സല്യം കൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ അവളെ കാണുന്നതിനും കൂടെ കൂട്ടുന്നതിനും മുൻപ് അവൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. ഇപ്പോൾ ഇന്ന് ഇവിടെ എത്തിയതിന് ശേഷം മാഷ് വരും എന്ന് പറഞ്ഞപ്പോൾ വിറയൽ. അത്ര കർശനക്കാരനായിരുന്നു ഇദ്ദേഹം എന്നാണ് അവൾ പറയണത്. ഇത്ര കർശനക്കാരനായ ഇദ്ദേഹം ഈ വയ്യാത്ത ഇത്ര കുട്ടികളെ ഇത്ര സ്നേഹത്തോടെ പോറ്റുന്നല്ലോ എന്ന് ഞാൻ അവളോട് പറഞ്ഞു. എന്നിട്ടാണ് ഒരുവിധം സമാധാനമായത്. ഇപ്പോൾ വലിയൊരു അസ്വസ്ഥയൊന്നുമില്ല. മാഷ്
പഴയ മാഷല്ല, അല്ലെങ്കിൽ ആ മാഷ് അന്ന് ധരിച്ചിരുന്ന ഒരു വേഷം ഇപ്പോൾ ധരിക്കുന്നില്ല എന്ന് അവൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാനിവിടെ വരാനുണ്ടായ ഒരു പ്രധാന കാരണം അദ്ദേഹമാണ്. അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞു, അവിടെ ഒന്ന് വരണം, എൻ്റെ കുട്ടികളെ ഒന്ന് കാണണം, ഇങ്ങനെ ഒരു 2 വാക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യണം. ഇത് ഞാൻ ഈ ഗുരുനാഥന്മാരുടെ ഭാഗത്തു നിന്ന്, നല്ല ഗുരുനാഥന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ കൽപ്പനകളും എൻ്റെ ഈ 86-ാമത്തെ വയസ്സ് വരെ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകൾ അധ്യാപകരാണ്. അവരാണ് ഈ ഭൂമിയെ ഇപ്പോഴുള്ള അവസ്ഥയിലെങ്കിലും നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഉത്തരവാദികൾ. അപ്പം അങ്ങനെ ഒരാൾ എന്തു പറഞ്ഞാലും ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഇവിടെ വരാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു വിഷമമുണ്ടായിരുന്നു. മാഷുടെ സ്ഥാപനത്തിൽ നിന്ന് പോകാൻ മാഷ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഏറെ വിഷമിച്ചു. കാരണം അങ്ങനെ ഒരു സ്കൂളിൽ പോയാൽ ഒരു 1-2 മാസക്കാലത്തേക്ക് എൻ്റെ മാനസികാവസ്ഥ വളരെ വിഷമത്തിലാവും എന്നെനിക്ക് അനുഭവമുണ്ട്. ആ കുട്ടികളെ ഓരോരുത്തരായിട്ട് കാണുമ്പോൾ അവരുടെ അവസ്ഥയിലേക്ക് ഞാൻ സ്വയം അധ്യാരോപം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പിന്നീട് വിശപ്പും ദാഹവും ഉറക്കവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും. ആ കുട്ടികൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വിശേഷിച്ചുണ്ടാവും മുകളിൽ ഞാൻ ചെല്ലുന്നതുകൊണ്ട്. പക്ഷെ എനിക്ക് അവരുടെ അവസ്ഥ അവർ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ തീവ്രമായി മനസ്സിലാകുന്നു എന്നുള്ളതുകൊണ്ട് എൻ്റെ സ്വാസ്ഥ്യം നഷ്ടമാവുകയും ചെയ്യും. ഞാനവിടെ ചെല്ലുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഉണ്ടാവാനിടയില്ല. മാഷെ ഒരിക്കൽ കൂടി കാണുന്നതിലേറെ ഒരു സൗഭാഗ്യവും അവർക്ക് എന്നെ കാണുന്നത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നെനിക്കറിയാം. ഞാൻ മാഷോട് ആ ഒരു കാര്യത്തിൽ നിന്ന് അവധി വാങ്ങിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ വരാനുള്ള 2ാമത്തെ കാരണവും ഒരു അധ്യാപകനാണ്. അത് ഈ സുധാകരൻ സാർ എന്ന് പറയുന്ന എന്നേക്കാൾ ഇത്തിരി പ്രായം കൂടുതലുള്ള ചേട്ടൻ കൂടിയായ അദ്ദേഹമാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അധ്യാപകനല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആളുകളെ വിളിച്ചു വരുത്തി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുമായിരുന്നില്ല. കാരണം ഈ ആയുഷ്കാലം മുഴുക്കെ കുട്ടികളെ പഠിപ്പിച്ചും അധ്യാപന വൃത്തിയെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ സംഘടിപ്പിച്ചുമൊക്കെ ചിലവാക്കിയ അദ്ദേഹം അതും കഴിഞ്ഞിട്ട് ഇനി ഈ ലോകത്തെ നേരെയാക്കാൻ തനിക്ക് എന്താണ് കഴിയുക എന്ന് ചിന്തിച്ചപ്പോൾ കണ്ടുപിടിച്ച സ്നേഹനിർഭരമായ ഒരു വിദ്യയാണ് ഈ ട്രസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിന് എന്നെ പോലെ ഒരാളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? 2ാമത്തെ ഗുരുനാഥൻ്റെയാണ്. ശരി, 2ാമത്തെ ഗുരുനാഥൻ്റെ കാര്യവും ഞാൻ അംഗീകരിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഈ 2 പേരെയും ഞാൻ ആദ്യം നമസ്കരിക്കും. പ്രായഭേദം അതിന് ബാധകമല്ല. പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും നമസ്കരിക്കും. എന്താ കാര്യം എന്നറിയോ? ഈ വൈകുന്നേരത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഓരോരുത്തർക്കും. അതൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കാൻ, കാണാൻ, അറിയാൻ ഇവിടെ വരണമെന്ന് തോന്നിയല്ലോ. അത് ഓരോരുത്തരുടെയും മുഖം കണ്ടാൽ അറിയാം. വെറുതെ ഒരു തമാശ കാണാൻ വന്നതല്ല. എന്തോ അറിയാനുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലാക്കാനുണ്ടാവും, ചിന്തിക്കാനുണ്ടാവും എന്ന് വിചാരിച്ചാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തർക്കമറ്റതാണ്. ചിലരൊക്കെ ഈ വിദ്വാൻ ഇനി നാളത്തെ കാര്യം എന്താ പറയാൻ പോകണമെന്ന് നോക്കിക്കളയാം എന്നൊരു തരത്തിലുള്ള ഒരു ചിന്തയായിട്ടും വന്നവരുണ്ടാവാം. സ്വാഭാവികമാണ്, മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. എല്ലാം കൊണ്ട് ഏതായാലും ഈ കാര്യം അറിയണം എന്ന് ആഗ്രഹിച്ചാണ് എല്ലാവരും വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് നമുക്കിനി ഏറെ ചുറ്റുവട്ടത്ത് വളഞ്ഞു തിരിയാതെ വിഷയത്തിലേക്ക് കടക്കാം. എന്നെ സംസാരിക്കാൻ വരണമെന്ന് ക്ഷണിച്ചതിൻ്റെ ശേഷമാണ് ഈ 2 അധ്യാപകരും കൂടി ആലോചിച്ച് എന്ത് വിഷയമാണ് വേണ്ടത്
എന്ന കാര്യം ചർച്ച ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് വിഷയമാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം ഈ മനുഷ്യരാശിയുടെ നാളെ എന്ന വിഷയമാണ്. കാരണം അതിനകത്ത് മറ്റെല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്നത് കൊണ്ടും ഈ ഒരു ചിന്ത ലോകത്ത് ഇന്ന് വളരെയേറെ പ്രസക്തമായി ഉള്ളത് കൊണ്ടും അതിന് ഉടനെ ഉത്തരം കാണേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും ഈ 3 കാര്യം നമുക്ക് പുറകെ വിശദീകരിക്കാം. ഈ വിഷയം പ്രസക്തമാണെന്ന് എനിക്ക് തോന്നി. ഇന്ന് ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പരിസര മലിനീകരണം എന്ന് പറയുന്ന അവസ്ഥയാണ്. അതിനെ തുടർന്നുണ്ടായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ മലിനീകരണം എന്ന അവസ്ഥയും അഥവാ അതിന് കാരണമായി തീർന്ന അവസ്ഥയും. അതുമല്ല, ഇപ്പോൾ സയൻസ് പുരോഗമിച്ച് ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇന്നുള്ള നിലയിൽ ഭൂഗോളത്തിൻ്റെ മലിനീകരണം തുടർന്നാൽ വായു, വെള്ളം, അന്തരീക്ഷം എല്ലാം ഒരു 35 കൊല്ലത്തിനപ്പുറത്തേക്ക് ഭൂമുഖത്ത് ഒരു ജീവനും ബാക്കിയാവില്ല എന്ന് കൃത്യമായ അസസ്മെൻ്റ്, കണക്കെടുപ്പ് നടത്തി ശാസ്ത്രം വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യനെന്നല്ല, മനുഷ്യരാശിയുടെ ഭാവി എന്നല്ല, അമീബ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ജീവികളുടെയും ഭാവി തന്നെ തുലാസിലാണ്. അപ്പോൾ നമുക്ക് അടിയന്തരമായി വല്ലതും ചെയ്തേ മതിയാവൂ എന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പലരും അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്, ചിലരതിനെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 2 വിഭാഗം ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ചും ചർച്ച അനിവാര്യമാണ്. ഏതായാലും ചർച്ച ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് ചർച്ചയും തുടർന്നു വരുന്ന നടപടിക്രമങ്ങളും ആവശ്യമാണ് എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത. എന്താണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് തുടങ്ങിയ അഭിപ്രായ വ്യത്യാസങ്ങളല്ല, അത് ലോകം നേരെയാക്കാൻ എന്തു ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് ചില പുരാതന കാലം തൊട്ട് തന്നെ മനുഷ്യർ വേവലാതിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം 1967 ബോംബെയിൽ വെച്ച് ഒരു വലിയ ഗ്രന്ഥകാരനെ, മനീഷിയെ, ശാസ്ത്രജ്ഞനെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടി. ഞാനന്ന് ബോംബെയിലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സയൻസ് ടുഡേ എന്നൊരു മാസികയിലെ ഒരു പത്രാധിപ സമിതി അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജാക്കോബ് ബ്രോണോവ്സ്കി എന്നാണ്. കോമൺ സെൻസ് ഓഫ് സയൻസ് എന്നൊക്കെ തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ് അദ്ദേഹം. പഠിക്കുന്ന കാലത്ത് കാംബ്രിഡ്ജിൽ നിന്ന് റാംഗ്ലർ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ അപൂർവമായ ഒരു പൊസിഷനോടുകൂടി ജയിച്ചിട്ട് രാജരക്ഷയുടെ ചുമതലക്കാരുടെ കൂടെ കൂടിയിട്ട് ബോംബിൻ്റെ ട്രാജക്ടറികൾ തെറ്റുകൂടാതെ വർക്കൗട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സയൻറ്റിസ്റ്റായിട്ട് കുറേ കാലം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇനി ഇതല്ല നല്ലത്, മനുഷ്യരാശിയുടെ ഉന്നമനത്തിനും നിലനിൽപ്പിനും നല്ലത് നമുക്ക് ഏറ്റവും പ്രയോജനകരമായ ശാസ്ത്രമായിട്ട് ജീവശാസ്ത്രത്തെ കണക്കാക്കുകയാണ് എന്നാണ്. അങ്ങനെ അദ്ദേഹം ഈ മാത്തമാറ്റിക്സ് ഉപേക്ഷിച്ച് ജീവശാസ്ത്രം പഠിച്ച് അമേരിക്കയിലെ സാന്റിയാഗോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജി എന്നിടത്ത് പോയിട്ട് അവിടുത്തെ ഡിഗ്രി എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്ത് അവസാനം അവിടുത്തെ ഡയറക്ടർ വരെ ആയി. അദ്ദേഹം ഒരു ചിത്രകാരനും പോപ്പുലർ സയൻസ് എഴുത്തുകാരനും കൂടെ ആയിരുന്നു. അദ്ദേഹം മുംബൈയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാനൊരു അവസരം ചോദിച്ചു. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അനുവദിച്ചു. അങ്ങനെ ബോംബെയിലെ താജ് ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തെ ഞാൻ കണ്ടു. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. 1-1.5 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ലഞ്ചിന് ക്ഷണിച്ചു. അങ്ങനെ അവിടുത്തെ ഡൈനിങ് ഹാളിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, രാധാകൃഷ്ണൻ ചുറ്റുപാടൊന്ന് നോക്കാമോ? നോക്കി. അപ്പോൾ ഡൈനിങ് ഹാള് ഫുള്ളാണ്. ബോംബെയിലുള്ള വലിയ വലിയ കമ്പനികളിലെ എക്സിക്യൂട്ടീവ്സ്, മുതിർന്നവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സ്ഥലമാണ് അന്നത്തെ താജ് ഹോട്ടൽ, കൊളാബ സെൻറ്ററിൽ. വലിയ ഹോട്ടലാണ്. AC ഒന്നും ഇല്ലെങ്കിലും രാമജിത്തിൻ്റെ ചട്ടികയൊക്കെ തൂക്കി ജനലിൻ്റെ അവിടെയൊക്കെ വെള്ളം ഒഴിച്ച് ജോലിക്കാർ നിന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഗസ്റ്റിന് തണുപ്പിക്കാനും നല്ല വാസന ഉണ്ടായി കിട്ടാനും ഒക്കെ ആയിട്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് ഇദ്ദേഹം ചോദിച്ചു,
ഇവരൊക്കെ ഇത് സൂക്ഷ്മമായി നോക്കാമോ? എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഇവർ ഭക്ഷണം കഴിക്കുന്ന ഓരോരുത്തരും 1 2 വായ ഭക്ഷണം കഴിച്ചാൽ ഒന്ന് മുഖമുയർത്തി 4 പാടുമൊക്കെ ഒന്ന് നോക്കി ഇട്ട് മാത്രമേ പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുള്ളൂ. അതെന്താ അങ്ങനെ? അല്ല, അത് നോക്കൂ. നോക്കിയപ്പോൾ കാര്യം ശരിയാണ്. എല്ലാവരും അതെ, കുട്ടികൾ, നന്ന ചെറിയ കുട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനിടെ 2 വായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് പരിസര അവലോകനം നടത്തിയിട്ട് മാത്രമേ ഭക്ഷണത്തിലേക്ക് മടങ്ങിപ്പോകുള്ളൂ. എന്നോട് പറഞ്ഞു, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഭയം, പേടിയാണ്, പ്രിമോർഡിയലായിട്ടുള്ള പേടിയാണ്, ആദ്യകാലം തൊട്ടുള്ള ഭയം ആണ്. ഈ ആദ്യകാലം തൊട്ടുള്ള ഭയം എന്താണ്? ആക്രമിക്കപ്പെടുന്നതാണ്. ആക്രമിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരം ഭക്ഷണം കഴിക്കുമ്പോഴും ഇണചേരുമ്പോഴുമാണ്. അതുകൊണ്ട് ഈ 2 അവസരങ്ങളിലും ഈ മനുഷ്യൻ അതിനിടയ്ക്കിടയ്ക്ക് തൻ്റെ പരിസരത്തെക്കുറിച്ച് ബോധവാനാവുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അത്ഭുതം തോന്നി. ഇപ്പോൾ നമ്മളൊക്കെ ആരോടും നിങ്ങൾക്ക് വല്ല പേടിയില്ലോ ചോദിച്ചാൽ, എനിക്കെന്താ പേടി? പേടിയുണ്ട്, സ്വാഭാവികമായ ഭയമുണ്ട്, പലതിനെക്കുറിച്ചും പേടിയുണ്ട്. ഒന്നാമത്തെ പേടി മരണത്തെക്കുറിച്ചാണ്. സ്വാഭാവിക മരണത്തെക്കുറിച്ച് പോലും നമുക്ക് പേടിയാണ്. 120 വയസ്സായാലും മരിക്കുമോ എന്ന പേടി 119ാമത്തെ വയസ്സിലും ഉണ്ട് എന്നുള്ളത് നേരാണ്. അത് അനിവാര്യമായതുകൊണ്ട് ആ പേടി ദുർവാരവുമാണ്, നീക്കം ചെയ്യാൻ വയ്യാത്ത പേടിയാണ്. അപ്പോൾ നമ്മൾ ആയുസ് മുഴുവനും ഈ ഭയം, മരണഭയമുണ്ട്. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് സംഭവിക്കുമോ എന്ന ഭയം അതിലേറെയുണ്ട്. ആ കാരണത്തിന് 2 സാധ്യതകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒരു സാധ്യത മറ്റു മനുഷ്യരോ മൃഗങ്ങളോ നമ്മളെ ആക്രമിക്കുമോ എന്ന പേടിയാണ്. അതെല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മളോട് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ ചോദിച്ചാൽ നമ്മൾ സമ്മതിക്കില്ല, എനിക്കങ്ങനെയൊന്നുമില്ല എന്ന് പറയും. പക്ഷേ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുടെ സ്വഭാവം നോക്കിയാൽ മനസ്സിലാവും. പിന്നെയുള്ളത് പ്രകൃതിയിലെ ദുരന്തങ്ങൾ കൊണ്ടുള്ള അപകടത്തെക്കുറിച്ചുള്ള പേടിയാണ്. തടുക്കാനാവാത്ത കാര്യങ്ങളാണ്. ഒരു വെള്ളപ്പൊക്കം, ഒരു സുനാമി, ഒരു ഭൂമി കുലുക്കം, ഇതൊക്കെ വരുമ്പോൾ ഉണ്ടാകാവുന്ന അവസ്ഥ നമുക്കൊരിക്കലും എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും തടയാനാവാത്ത കാര്യമാണ്. അപ്പോൾ പേടി എന്ന് പറയുന്നത് ആ ഇനത്തിൽ കൂടി ഉണ്ട്. ഈ പേടിയെ മറികടക്കാൻ ഒരു ഉപാധിയും 967 ജാക്കബ് ബ്രൗണോവ്സ്കി അന്ന് എന്നോട് പറഞ്ഞ കാലത്ത് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ സയൻസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒന്ന് മറികടക്കാൻ, അടിസ്ഥാനപരമായി മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് പോലും അതിനെ വേരോടെ പറിച്ചെടുത്ത് കളയാൻ നമ്മൾ സന്നദ്ധരല്ല. നമ്മളൊക്കെ ഈ മരിച്ച വീടുകളിലൊക്കെ പോവാറില്ലേ? നോക്കിയിട്ടുണ്ടോ? അവിടെ നിൽക്കുമ്പോൾ നമ്മളിലുള്ള അവബോധം എന്താണ്? ഇഷ്ടപ്പെട്ട ഒരാൾ ഇല്ലാതായി എന്ന സങ്കടം തീർച്ചയായിട്ടും ഉണ്ട്, സംശയമൊന്നും വേണ്ട അതിന്. അതില്ലാത്തവരും കാണും. പലപ്പോഴും ഈ പൊതു ദർശനത്തിനൊക്കെ വെച്ച ദേഹങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവർക്ക് വലിയ വിഷമമൊന്നുമില്ല ആ കാര്യത്തിൽ. അങ്ങനെ വന്നു പോവുകയാണോ, ഇദ്ദേഹം ഇനി ജീവിച്ച് വരില്ലല്ലോ എന്നൊരാശ്വാസത്തോടു കൂടി വന്നവരും കൂടി ഉണ്ടാവും ആ കൂട്ടത്തിൽ. ഏതായാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, ഞാൻ അയാളെ അതിജീവിച്ചിരിക്കുന്നു, ഞാൻ അയാളെ അതിജീവിച്ചിരിക്കുന്നു, ഭാഗ്യവാൻ. ഇല്ല എന്ന് കള്ളം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് വരുന്നു ചോദിച്ചാൽ ഇത് വരുന്നത് ആ ഭയത്തിൽ നിന്നാണ്. അപ്പോൾ ഭയം എന്നുള്ളത് ഇല്ലാതാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ നമുക്കുള്ള ഏകമായ വഴി. അതുകൊണ്ടാണ് പഴയ കാലത്തെ സന്യാസി വര്യന്മാർ, സൂഫികളായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ മറ്റുള്ള വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരായാലും വേണ്ടില്ല, അവർ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം എന്താണെന്ന്. ഭീതിയില്ലാതിരിക്കുക എന്നാണ്, അഭി എന്നാണ്. ഭയമില്ലാത്തവനാവുക, ഇല്ലാത്തവളാവുക.
എളുപ്പമല്ല. ഭയത്തെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് മനഃശാസ്ത്രപരമായ ഒരു ചോദ്യം മാത്രമല്ല, ധാർമ്മികമായ ഒരു ചോദ്യം മാത്രമല്ല, ജീവശാസ്ത്രപരമായ ഒരു ചോദ്യം മാത്രമല്ല, അതിനേക്കാളൊക്കെ ആഴമുള്ള ഒരു ചോദ്യം ആണ്. അതവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് നമുക്ക് ഈ ചോദ്യം കണ്ടുകിട്ടിയത് എന്ന ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഈ ചോദ്യം കണ്ടുകിട്ടിയത് മനുഷ്യർ ഉണ്ടായിട്ട് വളരെ കാലം കഴിഞ്ഞിട്ടാണ്. ഏതാണ്ട് 1,00,000 കൊല്ലമായി ഇന്നത്തെ രൂപത്തിൽ കാണുന്ന ഇരിക്കാലി മനുഷ്യനെ ഉണ്ടായിട്ട് എന്നാണ് പറയണത്. അതിൽ ഒരു 50,000 കൊല്ലേ ആയിട്ടുള്ളൂ നമ്മൾ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടും അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടും. കമ്പ് പോലെ, തോട്ടി പോലെ ഒക്കെയുള്ള ഉപകരണങ്ങൾ. 40,000 കൊല്ലേ ആയിട്ടുള്ളൂ തീ കണ്ടുപിടിച്ചിട്ട്. ആ തീ കണ്ടുപിടിക്കുന്നതിൻ്റെയും ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നതിൻ്റെയും തൊട്ട് മുൻപ് ജീവശാസ്ത്രപരമായ ഒരു വലിയ കാര്യം സംഭവിച്ചു. എന്താണെന്നറിയോ? മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ മുൻദളങ്ങൾ എന്ന ഒരു ചെറിയ പോർഷൻ അധികമായിട്ട് വന്നു. മ്യൂട്ടേഷൻ കൊണ്ടുണ്ടായതാണെന്ന് പറയണു, ഡെവലപ്മെൻറ്റ് കൊണ്ടുണ്ടായതാണെന്ന് പറയണു, എവല്യൂഷൻ കൊണ്ടുണ്ടായതാണെന്ന് പറയണു. എന്തുകൊണ്ടുണ്ടായതായാലും അത് ഉണ്ടായി. ഫ്രണ്ടൽ ലോബ്സ് എന്ന് പറയുന്ന ഈ തലച്ചോറിൻ്റെ മുൻദളങ്ങൾ അതുള്ളത് കൊണ്ടാണ് നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നത്. കണ്ണിന് മുമ്പിൽ കാണാത്ത, നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത, ഇടപെട്ടിട്ടില്ലാത്ത ആളുകളെ, വിഷയങ്ങളെ, സാധനങ്ങളെയൊക്കെ മുൻകൂട്ടി കാണാനുള്ള, മനസ്സിൽ ചിത്രമായിട്ട് കാണാനുള്ള ഒരു കഴിവ്. അവിടെ നിന്നാണ് നമ്മുടെ മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം ഉണ്ടായി വന്നത്. ഇത് കൺഫേം ചെയ്യാൻ ശാസ്ത്രജ്ഞന്മാർ ഒരു പരീക്ഷണം നടത്തി. എന്താണെന്നറിയോ? അത് ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ്. അവർ ഒരു കൂട്ടിൽ ഒരു കുരങ്ങനെ ഇട്ടു. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു പഴക്കൊല കൊണ്ട് കെട്ടി തൂക്കി. അഴിയുള്ള കൂടാണ്. കൂട്ടിൻ്റെ അഴി കൂടെ കൈയിട്ടാൽ കുരങ്ങിന് അത് എത്തില്ല. അത്ര ദൂരത്തിലാണ് അത് കെട്ടി തൂക്കിയിരിക്കുന്നത്. ഒരു തോട്ടി കൊണ്ടുപോയിട്ട് അവിടെ ചാരി വെച്ചിട്ടുണ്ട് കൂടിൻ്റെ മുകളിൽ. അത് വേണമെങ്കിൽ ഈ കുരങ്ങനെടുത്തിട്ട് ആ പഴം വലിച്ചടിപ്പിച്ച് തിന്നാം. എന്നിട്ട് അവർ ഈ കുരങ്ങിന് ഭക്ഷണം കൊടുക്കാത്ത പരീക്ഷണമാണ് നടത്തിയത്. ഭക്ഷണം കൊടുത്തില്ല, ഒരു ദിവസം കൊടുത്തില്ല. കുരങ്ങ് കരയാൻ തുടങ്ങി, ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, പല പരാക്രമങ്ങളും തുടങ്ങി. 2 ദിവസം കഴിഞ്ഞിട്ട് അത് വർദ്ധിച്ചു. പക്ഷെ അപ്പോഴും ഈ തോട്ടി ഒന്ന് എടുത്തിട്ട് ആ പഴം ഒരു വലിച്ച് അടുപ്പിച്ചാൽ എനിക്ക് തിന്നാം എന്ന ഈ സങ്കല്പ ചിത്രം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കാൻ കുരങ്ങന് സാധിച്ചില്ല. ഈ തോട്ടി കാണുന്നുണ്ട്, പഴവും കാണുന്നുണ്ട്. പക്ഷെ അതെടുത്തിട്ട് ഒന്ന് ഇത് വലിച്ച് അടുപ്പിച്ച് എനിക്ക് ഭക്ഷണം കഴിക്കാമല്ലോ ദൈവമേ അല്ലെങ്കിൽ തമ്പുരാനെ എന്ന തോന്നൽ കുരങ്ങന് ഉണ്ടായതേ ഇല്ല. നേരെ മറിച്ച് ഒരാൾ പോയിട്ട് ഈ കുരങ്ങൻ കാണെ അയാൾ അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഈ തോട്ടി കൊണ്ട് അത് വലിച്ചടിപ്പിച്ച് അയാൾ 2 പഴം കഴിച്ചിട്ട് ആ തോട്ടി അവിടെ ചാരി വെച്ച് തിരിച്ചു പോന്നപ്പോൾ കുരങ്ങൻ അത് ചെയ്തു. മനസ്സിലായോ? ഇതാണ് തലച്ചോറിൻ്റെ മുൻതളങ്ങളിലുള്ള അതിൻ്റെ കാഴ്ച നമുക്ക് കിട്ടാനുണ്ടായതിൻ്റെ ഹേതുവും ഫലവും ഒക്കെ ആയിട്ട്. ഈ മുൻതളങ്ങൾ ഉണ്ടായതോടുകൂടി പക്ഷേ എന്തുണ്ടായി? അപകടങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഉപാധികൾ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ച് ഓരോന്നാക്കി ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെയാണ് ഈ കവിണ വലിച്ച് കല്ലെറിയാനുള്ള സൂത്രം, കല്ലെടുത്ത് എറിയാനുള്ള സൂത്രം, തീ കണ്ടുപിടിച്ചതിൻ്റെ സൂത്രം ഒക്കെ നമ്മൾ 2 കല്ലിൻ്റെ മുകളിൽ നടന്നിട്ട് ഉരച്ചപ്പോൾ തീ പാറുന്ന കണ്ടപ്പോൾ അതുകൊണ്ട് തീ ഉണ്ടാക്കാം എന്ന ചിത്രം മനസ്സിലുണ്ടായി. അങ്ങനെ തന്നെയാണ് മറ്റു ചിത്രങ്ങളൊക്കെ മനസ്സിലുണ്ടായി വന്നത്. അങ്ങനെയാണ് നമുക്ക് സയൻസും ടെക്നോളജിയും ഒക്കെ ഉണ്ടായത്. അതിൻ്റെ കൂടെ തന്നെ മറ്റു ചില ചിത്രങ്ങളും കൂടി ഉണ്ടായി കിട്ടി. എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ട്രൈബിനിടയ്ക്ക് ഒരു 4 കുടുംബമുള്ള ഒരു ട്രൈബിനിടയ്ക്ക് കരുത്തനായ ഒരാളുണ്ടാവും. ഇയാൾക്ക് പ്രത്യേകിച്ച് പേശീബലവും ധൈര്യവും ഒക്കെ ഉണ്ടാവും. അയാളാണ് രക്ഷകൻ. ഈ രക്ഷകനേക്കാൾ അതീവ ശക്തിമാനായ ഒരു രക്ഷകനെയോ രക്ഷകയെയോ സങ്കല്പിക്കാൻ ഈ ഫ്രണ്ടൽ ലോബ് സഹായിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ ദൈവം ഉണ്ടാകുന്നത്.
അപ്പോൾ ഒരു മഹാദേവി അല്ലെങ്കിൽ ഒരു മഹാദേവൻ അല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്ന ഒരു മഹാശക്തി, ആ ശക്തി എൻ്റെ പക്ഷത്താണെങ്കിൽ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ശക്തിയെ എൻ്റെ പക്ഷത്താക്കാൻ ഈ ട്രൈബിൻ്റെ നേതാവിനെ എനിക്ക് അനുകൂലമാക്കി മാറ്റാൻ ഞാൻ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും ഞാൻ ചെയ്യാൻ തയ്യാറായി. ആ സേവനങ്ങൾ എങ്ങനെ വേണം എന്ന് നിശ്ചയിച്ചാൽ ഈ സേവനതൽപരരായ ആളുകളെ തൻ്റെ വഴിയെ കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുന്ന കുറേ പേരും ഉണ്ടായി. അവരൊക്കെ പുരോഹിതരായി, ആദ്യത്തേത് ദൈവങ്ങളായി, ദൈവങ്ങൾ ഒന്നായപ്പോൾ രണ്ടായി, എതിർചേരിയിലുള്ളവർക്ക് വേറെ ദൈവം വേണ്ടി വന്നു, വേറൊരു ദൈവം ഉണ്ടായി, അങ്ങനെ 10,000 10,000 എല്ലാ വീട്ടിലും സ്വന്തം ദൈവം വരെ ആയതായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ നോക്കിയാൽ കാണാം. പരദേവതയുണ്ട്, കുടുംബദേവതയുണ്ട്, നാട്ടുദേവതയുണ്ട്, വീട്ടുദേവതയുണ്ട്, ദേശദേവതയുണ്ട്, വിദേശ ദേവതയുണ്ട്, സർവമാന ദേവതകളും കൂടെ എന്നും യുദ്ധവും എന്നും വഴക്കുമാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിഷ്കൃത ലോകത്തിൻ്റെ ഒരു സത്യമായ അവസ്ഥ. ദൈവത്തിനോട് നേരിട്ട് നമുക്ക് ഒരു കാര്യം പറയാൻ പോലും സാധ്യമല്ല. നമുക്ക് വേണ്ടി ആരെങ്കിലും അപേക്ഷിക്കണം. നടുക്കൊരാളില്ലെങ്കിൽ ഒരു പോത്ത് കച്ചവടവും നടക്കാത്തതുപോലെ ഇടയ്ക്കൊരാളില്ലെങ്കിൽ ഞാനും ദൈവവും തമ്മിലുള്ള കച്ചവടം പോലും നടക്കില്ല എന്നർത്ഥം. അപ്പോൾ എന്നെ മൂക്കുകയറിട്ട് നടത്താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഒരു വിഷമവുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാജാവ് എന്ന് പറയുന്ന ആള് ദൈവത്തിൻ്റെ സ്വന്തം ആളായിട്ടാണ് രൂപപ്പെട്ടു വന്നത്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന അവസ്ഥ ആയി. രാജാവിനെ നിശ്ചയിക്കുന്നത് ദൈവമായതുകൊണ്ട് തിരിച്ചയക്കാനും ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. ദൈവത്തിന് പോകാൻ പറയാൻ പറ്റില്ല. അപ്പോൾ രാജാവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജനം സഹിക്കുക എന്നുള്ളത് മാത്രമല്ല, രാജാവിൻ്റെ മകൻ രാജാവാവുക, അയാളുടെ മകൻ രാജാവാവുക, അങ്ങനെ ഇയാളുടെ എന്ത് തരത്തിലുള്ള എണീറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരാളാണെങ്കിലും രാജാവിൻ്റെ മകനായാൽ മതി എന്ന അവസ്ഥയിൽ നമ്മൾ രാജപദവി ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടുവരികയാണ്. അതിനും മാറ്റമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് മനുഷ്യർ മരിച്ചു പോയത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഭൂമിയിൽ ഒരുപാട് മനുഷ്യരും മരിച്ചു പോയത് ഈ ദൈവങ്ങളെ ചൊല്ലിയും ഈ രാജാക്കന്മാർക്ക് വേണ്ടിയുമുള്ള യുദ്ധത്തിൻ്റെ പേരിലാണ്. രോഗം വന്നിട്ടോ പ്രകൃതി ദുരന്തം കൊണ്ടോ ആക്രമിക്കപ്പെട്ടിട്ടോ ഒന്നുമല്ല ഇത്രയും മനുഷ്യർ ഭൂമുഖത്ത് മരിച്ചു പോയിട്ടുള്ളത്. ഈ ദൈവങ്ങളും അതിൻ്റെ പ്രതിപുരുഷന്മാരും ഒക്കെ തമ്മിൽ ഈ മനുഷ്യരെ തല്ലിച്ച് കൊന്നിട്ടാണ് എന്ന കാര്യം ഇപ്പോഴും നമുക്ക് ബോധ്യമല്ല. എന്താ തെളിവ്? ഇപ്പോൾ ബോധ്യമല്ലാത്തതിനെ ചോദിച്ചാൽ വേറെന്താ തെളിവ് വേണ്ട? ഭൂമിയിൽ എത്ര ആർമിയുണ്ട് എന്ന്, എത്ര എയർഫോഴ്സ് ഉണ്ട്, എത്ര നേവി ഉണ്ട്, എത്ര ചെക്ക് പോസ്റ്റ് ഉണ്ട്, എത്ര പട്ടാളമുണ്ട്? ആർക്ക് വേണ്ടിയാ? ഒരു നാടിന് പട്ടാളം ഉണ്ടാകുന്നത് മറ്റേത് നാട്ടിലെയും ആളുകളുടെ രക്ഷകരാണെന്ന് പറയുന്ന സൈനികരെ കൊല്ലാനാണ്, വേറെ ഒന്നിനുമല്ല. എന്നിട്ട് എന്താ കാര്യം ചോദിച്ചാൽ ഒന്നുമില്ല, ഞാൻ ജയിച്ചു. എന്ത് ജയിച്ചു? ഞാൻ ജയിച്ചടോ, അത്ര തന്നെ. ജയിച്ചത് എങ്ങനെയാണെന്ന് പറയാൻ അവർ തയ്യാറല്ല. ഇത്ര ആളെ കൊന്നു എന്നുള്ളതാണ് ജയത്തിൻ്റെ ഒരു കണക്ക് എന്നർത്ഥം. ഇത്ര ആൾ മരിച്ചുപോയി എന്നുള്ള ആള് ആ യുദ്ധത്തിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് സമ്മതിക്കില്ല കാര്യം. കാരണം പരാജയമാണല്ലോ. പരാജയിച്ച നേതാവിനെ ആർക്കും ആവശ്യമില്ല, അതുകൊണ്ട് അത് കൂട്ടാക്കില്ല. രണ്ട് കൂട്ടരും ജയിച്ചു. 2 വർഷത്തുമായിട്ട് 2 ലക്ഷം പേര് മരിച്ചു. ഇതിനൊക്കെ പുറമെ ഈ മതങ്ങൾക്കിടയിൽ തന്നെ ദൈവങ്ങൾ തമ്മിൽ ശത്രുത വരും. അത് ഭീകരമായൊരു കാര്യമാണ്. ഭയങ്കര ശത്രുതയാണ് ദൈവങ്ങൾ തമ്മിൽ. ദൈവങ്ങളുടെ ശത്രുത വന്നാൽ കണക്കില്ലാതെയാണ് മരിച്ചു പോണത്. ഹിന്ദു മതത്തിൽ 2 ദൈവങ്ങൾ ശത്രുത വന്നിട്ട് ഉണ്ടായ കൊലകളുടെ കണക്ക് ആരും പറയാറില്ല. ശൈവ വൈഷ്ണവ വഴക്ക് എന്നതിന് പേര്. എത്ര ലക്ഷം പേര് ആ കാലത്ത് മരിച്ചുപോയി എന്നുള്ളതിന്, എത്ര ലക്ഷം പേരെ പച്ചയ്ക്ക് തോലുരിച്ചു എന്നുള്ളതിൻ്റെ കണക്കൊന്നും ഒരു ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാമിൽ ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ അക്രമ മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിലെ അവാന്തര വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൻ്റെ ഫലമായിട്ടാണ്. ക്രിസ്ത്യാനിറ്റിയിലും ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് കാത്തലിക് സമരകാലത്ത്
ഇത്ര തന്നെ രൂക്ഷമായ ഇത്ര എണ്ണം ആളുകൾ മരിച്ചിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു, അത്രയും ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ മത ഗ്രൂപ്പുകൾ തമ്മിൽ പോലും ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ ഇപ്പോഴും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ ഒരു വെറും വൈകാരികമായ ബന്ധത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് മറ്റൊരാൾ പറഞ്ഞു ദൈവം ഇങ്ങനെ കരുതുന്നു എന്നുള്ളത് കൊണ്ടാണ്, വേറൊന്നുകൊണ്ടുമല്ല. ഇപ്പം നമ്മൾ മനുഷ്യർ ഇത്രയൊക്കെ പരിഷ്കരിച്ചു, ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചു, ലോകത്തെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുത്തിട്ട് പോലും നമ്മുടെ ഉള്ളിലെ ഭീതി നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു എന്നർത്ഥം. ഇതിനൊക്കെ കാരണം നമ്മുടെ അകത്ത ഭീതിയാണ്. എൻ്റെ ഒരു നാട്, എൻ്റെ ഒരു ദേശീയത, എൻ്റെ ഒരു ജനം, ആ ജനത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറാകണം എന്നുള്ള കാര്യം എന്നോട് ആരോ പറയുന്നു. ഈ ലോകത്തുള്ള ജനമൊക്കെ ഒന്നാണ് എന്ന് എന്നോട് പറയാൻ ആരും തയ്യാറും ഇല്ല. അതെൻ്റെ തമാശ. ഇന്ത്യ രാജ്യത്ത് നമ്മളൊക്കെ ഒന്നാണ് എന്ന് പറയണം, നമ്മൾ വിശ്വസിക്കണം, കരുതണം, ശരി, സത്യമാണ്, നേരാണ്. പക്ഷേ ലോകത്തുള്ള നമ്മളൊക്കെ ഒന്നാണ് എന്നുകൂടെ നമ്മളോടൊന്ന് പറയാൻ ആരെങ്കിലും തയ്യാറുണ്ടോ ചോദിച്ചാൽ ഹേ രാം, ഹരേ രാം, ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? പേടിയാണ്. ആരെ പേടിയാണ്? എല്ലാവരെയും പേടിയാണ്. ഞാൻ ഒഴിച്ചുള്ള എല്ലാവരെയും ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നേര്. ഞാൻ ഒഴിച്ചുള്ള എല്ലാവരെയും എനിക്ക് സ്നേഹിക്കാം, വിശ്വസിക്കാം എന്നൊരവസ്ഥയിലേക്ക് ഇത് പരാവർത്തനം ചെയ്തു വരുന്നത് വരെ നമുക്ക് ഒരു രക്ഷയും ഇല്ല. ആ രക്ഷ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നിലവിലുള്ള എല്ലാ ഭരണാധികാരികളും എന്ന കാര്യത്തെക്കുറിച്ച് എനിക്കൊരു സംശയമില്ല. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഇങ്ങനെ വന്നു പോയാൽ പിന്നെ അവർക്കൊന്നും ഒരു റെലവൻസും ഇല്ല, ഒരു പ്രാമാണ്യവും ഇല്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ അവർ അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമാണ് ഈ കണ്ട ആർമികളും ചെക്ക് പോസ്റ്റുകളും ഇത്രയും പടക്കോപ്പുകളും ആറ്റം ബോംബുകളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ. കൈയൊഴിയാൻ ഒരു പ്രയാസമില്ല, പക്ഷെ ചെയ്യില്ല. എന്താ കാരണം? ഇത് പോയാൽ പിന്നെ തങ്ങളുടേതായ അധികാരം പോവും എന്നുള്ളതുകൊണ്ട് അത് ചെയ്യില്ല. ഇനി ശാസ്ത്രജ്ഞന്മാർ ഒത്തുകൂടി പരിശ്രമിച്ചാൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ അവരാണല്ലോ പോയി ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ. ന്യൂക്ലിയർ സയൻസ് കണ്ടുപിടിച്ച് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി അത് ഏർപ്പാടാക്കി ട്രാജക്ടറി നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്ത് കൊടുത്തതൊക്കെ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ ഒത്തുകൂടി പ്രതിരോധിച്ചാൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പാടില്ലേ? ന്യായമായൊരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചു. ചെറിയ ആൾക്കാരൊന്നുമല്ല ചോദിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെ, ഓപ്പൺഹൈമറെ പോലെയുള്ള ആളുകൾ, ഈ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പരിശ്രമിച്ച ആളുകൾ, ഫെർമി പൈൽ ഉണ്ടാക്കി ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ സാധ്യമാണ് എന്ന് സ്ഥാപിച്ച ആളുകൾ തന്നെ സംഘം ചേർന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റിന് ഒരു മാസ് പെറ്റീഷൻ എഴുതി കൊടുത്തു. ദൈവത്തെ ഓർത്ത് ഈ സാധനം ലോകത്ത് എവിടെയും ഉപയോഗിക്കരുത്. അത് നേരെ വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിൽ കുപ്പത്തൊട്ടി കൊട്ടയിൽ ഇട്ടിട്ട് ഒരു ബോംബ് ഹിരോഷിമയിൽ അയച്ചു ആദ്യം. അത് വീണ് 1,00,000 പേര് പച്ചയ്ക്ക് കത്തുന്നത് കണ്ടിട്ട് പോലും അടുത്ത 9-ാം തീയതി മറ്റൊരു ബോംബ് കൊണ്ടുപോയിട്ട് നാഗസാക്കിയിലിട്ടു. അപ്പോൾ ആരെയാണ് ഭയപ്പെടാതിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ആരെയാണ് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഭയപ്പെടുന്നത്? അമേരിക്കക്കാരുടെ പൊതുജനം ആരെയാണ് ഭയപ്പെടുന്നത്? എല്ലാവരും എല്ലാവരെയും ഭയപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് എന്ന് സാരം. എന്നാൽ രാഷ്ട്രീയമായിട്ട് പ്രതിവിധി ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചാൽ ഫാസിസം നിലവിലുള്ളിടത്ത്, പട്ടാള ഭരണം നിലവിലുള്ളിടത്ത് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. വേണ്ട. ജനാധിപത്യം നിലവിലുള്ളിടത്ത് സാധിക്കുമോ? സാധിക്കണ്ടോ? എന്താ സാധിക്കാത്തത്? നമ്മുടെ നാട്ടിലെ കഥ നോക്കൂ. വളരെ നല്ല അർത്ഥവത്തായ ഫലപ്രദമായ ഒരു ഭരണഘടന നമുക്ക് നമ്മുടെ കാരണവന്മാർ ഉണ്ടാക്കി തന്നു പോയിട്ടുണ്ട്. ഞാനതിന് 2 നേരവും നമസ്കരിക്കുന്ന ആളാണ്.
പക്ഷെ ആ ഭരണഘടന പ്രകാരം നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ഒരു ഭൂരിപക്ഷ സർക്കാരാണോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ഏതെങ്കിലും സർക്കാർ ഇന്ന് വരെ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ടോ? ഒരു സ്റ്റേറ്റിലെ ആളുകളിൽ ഭൂരിപക്ഷം വോട്ടർമാരുടെ പിന്തുണയുള്ള ഒരു സർക്കാർ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഭരിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കേന്ദ്രത്തിലെ ആദ്യകാലത്ത് നെഹ്റു ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് മൊത്തം പോൾ ചെയ്തിരുന്നത് 20-30% വോട്ടർമാരാണ്. ബാക്കിയുള്ളവർ പോളിംഗ് ബൂത്തിലേക്ക് പോകാറേ ഇല്ലായിരുന്നു. എന്താ കാര്യത്തിന് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടും എന്താ പ്രയോജനം അറിയാൻ വയ്യാത്തതുകൊണ്ടും പലരും ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടും അവർ പോകാറില്ല. അന്ന് തന്നെ 2-3 സ്ഥാനാർത്ഥികളുണ്ടാവും. അപ്പോൾ ഒരു 10% വോട്ട് കിട്ടുന്ന ആളാണ് ജയിക്കുക. അതായത് ആ നിയമസഭാ സാമാജികന്മാരുടെ ഇടയിൽ 10% പിൻബലാണ് ഭരിക്കുന്ന ആൾക്കുള്ളത് എന്നർത്ഥം. അപ്പോൾ ആകെ രാഷ്ട്രത്തിലെ കണക്കെടുത്താൽ ഇന്ത്യ മഹാരാജ്യത്തിലെ കുട്ടികളുടെ കാര്യം പോട്ടെ, നടക്കാൻ വയ്യാതായ ആൾക്കാരുടെ കാര്യം പോട്ടെ, വോട്ടർമാരായ ആളുകളിൽ 10% ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷം എന്ന് പറയാൻ വയ്യ, പക്ഷം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ കൂടി ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയി തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഈ ജാതി മതങ്ങളുടെ പേരിലൊക്കെ പാർട്ടികൾ പെരുകി, സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടി. അപ്പോഴും ഒരു 10-20% പേരുടെ വോട്ട് കിട്ടിയ ആൾക്ക് ജയിക്കാൻ കഴിയും എന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ എന്തു ചെയ്തു? ഈ ജാതികളിലൊക്കെ കണക്കെടുത്ത് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തി സംഘടിപ്പിച്ച് ഈ എണ്ണം എങ്ങനെ അനുകൂലമാക്കാം എന്ന് ഓരോ ചെറിയ കക്ഷിയും പരിശ്രമിക്കാൻ തുടങ്ങി. അതിനെയാണ് ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടോ വാക്ക്? റെയിൽവേ എഞ്ചിനീയറിംഗ്, എയർപ്ലെയിൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് വരെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ വാക്ക് കേട്ടത്, ഇലക്ഷൻ എഞ്ചിനീയറിംഗ്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര ജാതി, എത്ര മതം, എത്ര വീതം ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് അവരെ എങ്ങനെയൊക്കെ തിരിച്ചു നിർത്തിയാൽ ഏതൊക്കെ കക്ഷിക്ക് എത്ര വോട്ട് കിട്ടി, മിനിമം വോട്ട് കിട്ടുന്ന ആളെ ജയിപ്പിക്കാം എന്നുള്ളതാണ് എഞ്ചിനീയറിംഗിൻ്റെ സമവാക്യത്തിൻ്റെ നിർദ്ധാരണം. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല. അമേരിക്കൻ ഐക്യനാടുകൾ അല്ലെങ്കിൽ വേറൊരു നാട് എന്ന് പറയാം, ജനായത്വം നിലവിലുള്ള ഏത് നാടും, ജനായത്വം എന്ന് പറയുന്ന വ്യവസ്ഥിതി പോലും നിലവിലുള്ള നാടിൽ ഭൂരിപക്ഷത്തിൻ്റെ ഭരണം ഒരിക്കലും ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ലോക ജനതയുടെ ഭൂരിപക്ഷത്തിൻ്റെ മനസ്സിൽ അവരുടെ നാളെക്കുറിച്ചുള്ള സങ്കല്പം രൂപപ്പെട്ടു വന്നത് നടപ്പിലായി കിട്ടാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ ലോകത്തുള്ള ഒരു സർക്കാരും അനുവദിക്കുന്നില്ല. ഏതാനും സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾ കഴിഞ്ഞാൽ ഒരു നാട്ടിലും ഭൂരിപക്ഷത്തിൻ്റെ ഭരണമില്ല. അവർ നിർബന്ധമാക്കിയിട്ടുണ്ട് 50% വോട്ട് കിട്ടാതെ ഒരു സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന്. ആദ്യത്തെ റൗണ്ടിൽ കിട്ടുന്ന വോട്ടുകൾ 5 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ 2 ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയെന്ന് നോക്കിയിട്ട് അവരെ വീണ്ടും നിർത്തി ഇലക്ഷൻ നടത്തുകയാണ്. 50% പോളിംഗ് വോട്ട് 50% കിട്ടാത്ത സ്ഥാനാർത്ഥി ജയിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ, പ്രസിദ്ധരായ അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീൽമാർ, ജനങ്ങളെ സേവിക്കാൻ താല്പര്യമുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളെ വിളിച്ചു കൊടുത്ത് നിർത്തിയാലേ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരില്ലൂ. വോട്ട് ചെയ്യാൻ വന്നാലേ 50% കിട്ടുള്ളൂ. ഇവരാണെങ്കിലോ ഈ 3 കൊല്ലോ 5 കൊല്ലോ ഭരിച്ചിട്ട് ചെല്ലുമ്പോഴേക്കും അവരുടെ പ്രൊഫഷൻ എന്തെങ്കിലും കുഴപ്പത്തിലാവുമെന്ന് വിചാരിച്ച് അവർ വരാനും തയ്യാറാവില്ല. തന്നെയല്ല, ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ ചികിത്സിക്കണമെന്ന് നല്ല മോഹമുണ്ടെങ്കിൽ ആ ജോലി നിർത്തി അയാൾ ഈ പണിക്ക് വരില്ല. പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞാലും വരില്ല. അപ്പോൾ നല്ല ആളുകളെ മാത്രം നിർത്തേണ്ടി വരികയാണ്. അങ്ങനെയൊക്കെ നിർത്തുമ്പോൾ അവർക്ക് 50% വോട്ട് കിട്ടി അവർ ജയിക്കുന്നു, അവർ ഭരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു നാട്ടിൽ പോയപ്പോൾ, ഒരു സൂപ്പർ ബസാറിൽ പോയപ്പോൾ ഒരാൾ ഒരു ബാഗും തൂക്കി പച്ചക്കറി വാങ്ങണോ. ആരാ ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രിയാണ്. മനസ്സിലായില്ലേ? പ്രധാനമന്ത്രിയാണ് പച്ചക്കറി വാങ്ങാൻ വന്നിരിക്കുന്നത്. ബോഡി ഗാർഡില്ല, പോലീസില്ല, തോക്കില്ല, ഗൺമാനില്ല, ആരുമില്ല. എന്താ കാരണം? ജനായത്വം അവിടെ നടപ്പിലാകുന്നു എന്നർത്ഥം.
അപ്പോൾ മനുഷ്യരാശിയുടെ ഭാവി എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കുള്ള ആശങ്ക, ജനങ്ങൾക്കുള്ള ആശങ്ക പങ്കുവയ്ക്കാൻ സൗകര്യമില്ല. മാധ്യമങ്ങളൊക്കെ ഇവരുടെ കയ്യിലാണ്. ഞാനീ പറയുന്ന കാര്യമൊന്നും നാളെ ആരും റിപ്പോർട്ട് ചെയ്യില്ല, ഉറപ്പാണ് ആ കാര്യം. പക്ഷേ ഇവര് കൈകാര്യം ചെയ്യുന്ന ഈ കാര്യത്തിൽ മനുഷ്യർക്ക് അഭിപ്രായമില്ല എന്നൊന്നും വിചാരിക്കരുത്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരമ്മയ്ക്ക് മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ട്, സംശയമൊന്നും വേണ്ട. എത്ര മുത്തശ്ശിയാകുമ്പോഴും ആ ആശങ്ക ഇല്ലാതാവുന്നില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റൊരാളെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ട്. നമുക്ക് ഇപ്പോൾ അറിയാം, എന്തായാലും ഒരു മനുഷ്യൻ, ഒരാള്, ഇൻഡിവിജ്വൽ ഒരു പ്രത്യേക കാലഘട്ടത്തിനപ്പുറം ജീവിച്ചിരിക്കില്ല എന്നറിയാം, ഉറപ്പാണല്ലോ കാര്യം. ആ ആൾക്ക് പോലും തൻ്റെ ഭാവിയല്ല മനുഷ്യരാശിയുടെ നാളെക്കുറിച്ച് ആശങ്കയുണ്ട്. പക്ഷേ ആ ആശങ്ക ഫലത്തിൽ വരാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇപ്പോഴും ഇല്ല. നമ്മുടെ വിശ്വാസങ്ങളുടെ മുകളിൽ, ആചാരങ്ങളുടെ മുകളിൽ, ഭാഷകളുടെ പേരിൽ, ദേശങ്ങളുടെ പേരിലൊക്കെ നമ്മൾ പരസ്പരം ശത്രുത പുലർത്തപ്പെടാൻ നിർബന്ധിതരാകുകയോ ചെയ്തിട്ട് അതിൻ്റെ വഴിക്ക് പോയി നമ്മുടെ മൊത്തമായ ഭാവി നടപ്പിലാക്കുന്ന കാര്യത്തിൽ എന്താ പോംവഴി എന്ന് ആലോചിക്കാൻ മറന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നാളെ നമ്മുടെ ഭാവി മോശമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വൈകുന്നേരത്ത് എങ്ങനെയായാൽ ഈ ഒരു അവബോധം ലോകത്ത് പരന്ന് കിട്ടാതെ ഇരുന്നാൽ. എന്താണ് ആ അവബോധം പരത്തേണ്ടത് ചോദിച്ചാൽ, എന്താ പരത്തേണ്ടത്? ഭൂമിയിലെ എഴുത്തും വായനയുമാണ്. വേറൊരു വഴിയില്ല. എന്തെങ്കിലും മാധ്യമമായാലും കൊള്ളാം, എന്ത് മാധ്യമമായാലും കൊള്ളാം, ഒരു മിനി കഥയായാലും കൊള്ളാം, ഒരു ചെറുകഥയായാലും കൊള്ളാം, രണ്ടുപേരി കവിതയായാലും കൊള്ളാം. സാർവലൗകികമായി എത്തപ്പെടുന്ന ഒരവസ്ഥയിൽ ഈ ആശയങ്ങൾ പ്രചരിക്കുകയും നമുക്ക് ഇങ്ങനെ ഒരു ആശങ്കകൾ പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട് എന്ന് ഭൂമിയിലെ ഭൂരിപക്ഷം ജനം നിശ്ചയിക്കുകയും ചെയ്താൽ പിന്നെ ഈ പറയുന്ന ഏർപ്പാട് സംവിധാനക്കാർക്കൊന്നും എഞ്ചിനീയറിംഗ് നടത്താൻ ഒരു മാർഗവും ഉണ്ടാവില്ല, സംശയമൊന്നും വേണ്ട. എത്ര ദൈവങ്ങൾ നമുക്കുണ്ടായാലും, എന്തൊക്കെ തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടായാലും ഇത് സാധ്യമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ വ്യവസായ വിപ്ലവം എന്ന് പറയുന്ന ഒരു കാര്യം വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായി നമ്മുടെ മുന്നിലേക്ക് വന്നത്. വ്യവസായ വിപ്ലവം വന്നതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഭൂമി ഇങ്ങനെ ഒന്നായി തീർന്നതും നമ്മൾ ഭൂലോകം എന്ന ഒരു കോൺസെപ്റ്റിൽ എത്തി നിൽക്കുന്നതുമൊക്കെ. പക്ഷെ അതിൻ്റെ തന്നെ മറ്റൊരു ഫലമാണ് സമ്പത്തിൻ്റെ വികേന്ദ്രീകരണവും. ഒന്നും സാധിക്കാതെ അത് കേന്ദ്രീകൃതമായി വ്യവസ്ഥാപിതമായ ഒരു ദൂഷിത വൃത്തത്തിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നമുക്ക് ഈ വ്യവസായ വിപ്ലവം ഉണ്ടായ രീതി കൂടി ഒന്ന് പരിശോധിക്കാൻ ആവശ്യമുണ്ട്. ചെയ്തേ മതിയാവുള്ളൂ. വ്യവസായ വിപ്ലവം ഉണ്ടായപ്പോൾ ചാർലി ചാപ്ലിൻ കാണിച്ചു തന്നതുപോലെ മനുഷ്യനൊരു യന്ത്രോപകരണമായി മാറി എന്ന് മാത്രമല്ല, മൂലധനത്തിൻ്റെ കേന്ദ്രീകരണവും കൂടെ സംഭവിച്ചു. മൂലധനത്തിൻ്റെ കേന്ദ്രീകരണം സംഭവിച്ചപ്പോൾ അതിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ ഒരുപാട് വിഷമങ്ങളിലേക്ക് നീങ്ങി അവസാനം നമുക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ട്രീറ്റിസ് കിട്ടി. ഈ കമ്മ്യൂണിസം ഒരു വലിയ പകർച്ചവ്യാധി പോലെ, അല്ലെങ്കിൽ ഒരു വലിയ വിപ്ലവ സാധ്യത പോലെ ലോകത്ത് മുഴുവൻ പരന്ന് അവസാനം നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് നേരെ. എന്താ കാരണം എന്നറിയോ? വളരെ ലഘുവായ ഒരു കാരണമാണ്. ലോകത്തെല്ലായിടത്തും സമ്പത്ത് ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ട് ആരും ആരുടെയും ഉടമസ്ഥാവകാശം കൈവശപ്പെടുത്താതെ എല്ലാവരും സമന്മാരായി ജീവിക്കുന്ന ഒരു മനോഹരമായ ലോകമാണ് കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തെ ലക്ഷ്യം. ദി എൻഡ് എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഈ മീൻസ് എന്ന് പറയുന്നത് എന്താണ്, അതിലേക്കുള്ള വഴി എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത്. അതിലേക്കുള്ള വഴി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ആദ്യം പരസ്പരം വെറുക്കുക എന്നുള്ളതാണ്. ഉള്ളവൻ ഇല്ലാത്തവനെ വെറുക്കുക, ഇല്ലാത്തവൻ ഉള്ളവനെ വെറുക്കുക, അങ്ങനെ രണ്ട് വർഗം ഉണ്ടാവുക. അവർ തമ്മിൽ ഇങ്ങനെ പരസ്പരം ശത്രുത പേടി വളർത്തി കൊണ്ടുവന്ന്
അവസാനം എണ്ണത്തിൽ കൂടുതലുള്ള ഇല്ലാത്തവർ, എണ്ണത്തിൽ കുറവായ ഉള്ളവരെ നശിപ്പിക്കുക, കൊല്ലുക, ഉന്മൂലനം ചെയ്യുക. എന്നിട്ടോ എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഇല്ലാത്തവരെയല്ലേ ഉള്ളൂ, അവർ ഒരു സ്വർഗരാജ്യം സൃഷ്ടിക്കും, അവരുടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് വരും. അതിനുശേഷം ഒരു ഭരണം പോലും ആവശ്യമില്ലാത്ത സമത്വസുന്ദരമായ മാവേലി നാട് വാണിയിടും കാലം വരും എന്നാണ്. ഇതിൽ ഈ ആദ്യം പറഞ്ഞതൊക്കെ നടന്നു. വർഗമുണ്ടാക്കി, വർഗസമരമുണ്ടാക്കി, വിപ്ലവമുണ്ടാക്കി, അതിതീവ്രമായ ഉന്മൂലനം ഉണ്ടാക്കി. എന്നിട്ട് സാറിൻ്റെ കുടുംബത്തെ, കൊച്ചുകുട്ടികളടക്കമുള്ള എല്ലാവരെയും കൊന്നു. എന്നിട്ടോ വേറൊരു സാറ് അവിടെ കയറി സാറായി. അയാളുടെ പേര് ജോസഫ് സ്റ്റാലിൻ എന്നായിരുന്നു. ഒരു സാർ ചക്രവർത്തി 10 തലമുറകളായിട്ട് കൊന്നതിൻ്റെ 10 ഇരട്ടി ആളുകളെ അദ്ദേഹം വെറും 10 കൊല്ലം കൊണ്ട് കൊന്നൊടുക്കി. ആരാ ഉന്മൂലനം പൂർത്തിയാക്കിയത്? ഈ കൊന്നൊടുക്കിയതൊക്കെ ആരെയായിരുന്നു വെച്ചാൽ സ്വന്തം പാർട്ടിക്കാരെ തന്നെയായിരുന്നു കാര്യമായിട്ട്. പരസ്പരം വെറുക്കാൻ പ്രേരിപ്പിക്കപ്പെട്ട, ശീലിച്ച മനുഷ്യർ ഏതവസ്ഥയിലാണ്, എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും പഠിക്കുന്നത് എന്ന കാര്യം മാർക്സ് പറഞ്ഞിട്ടില്ല, എംഗൽസും പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞാൽ അവർക്ക് മുഷിയും, പറയാൻ പാടില്ല. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമുക്ക് വേറെ ഒരു മാർഗം ആവശ്യമാണ്. ആ മാർഗം അന്വേഷിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കരാളമായ വായയ്ക്കകത്തേക്ക് ചെന്ന് പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിനും കൂടി പരിഹാരം ഉണ്ടായേ തീരുകയുള്ളൂ. എന്നിട്ട് ഭൂമിയിലുള്ള മനുഷ്യർക്ക് അവരുടെ അഭിപ്രായങ്ങൾ, മൊത്തമായ അഭിപ്രായം, ഈ ലോകത്തെക്കുറിച്ചുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ഒരു ഭരണ സംവിധാനം കൂടെ ഉണ്ടായാലല്ലാതെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. പക്ഷെ ഇപ്പോൾ ലോകത്ത് ആ ഒരു മുറവിളി ഉയർന്നു വരികയാണ്. നമുക്ക് ഒരു ലോക ജനാധിപത്യം വേണം. അത് ദുർബലമായ ഒരു യുണൈറ്റഡ് നേഷൻസ് പോരാ. ലോക ജനതയ്ക്ക് ഒരു ജനാധിപത്യം വേണം. അവിടെ ഭൂരിപക്ഷത്തിൻ്റെ ഭരണം വരണം. അല്ലാതെ ഭൂരിപക്ഷം എന്ന പേരിൽ ന്യൂനപക്ഷം ഭരിച്ചാൽ പോരാ. ഇവിടെ ഈ രാജീവ് ഗാന്ധി വന്ന ഒരു ഇലക്ഷനിലാണ് 42% ആളുകളുടെ ഭൂരിപക്ഷം കേന്ദ്ര ഭരണത്തിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് വരെ ഇപ്പോഴും നമുക്കുള്ളത് 30-ൽ താഴെ ശതമാനം ആളുകളുടെ പിൻബലമാണ് ഭരണകക്ഷിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതാണ്ട് 30-ൽ ഒരാൾ എന്ന് പറയാൻ വയ്യ, ചിലപ്പോൾ 40-ൽ ഒരാൾ, അല്ലെങ്കിൽ 100-ൽ 40 പേർ, 30 പേർ അല്ലെങ്കിൽ അതിൽ താഴെ ആളുകൾ ആണ് ഈ ഭരണത്തിനെ താങ്ങി നിർത്തുന്ന പിൻബലം. അതുകൊണ്ട് നമുക്ക് ലോകത്തെ കാര്യം മൊത്തമായിട്ട് ആലോചിക്കുമ്പോൾ മനുഷ്യരാശിയുടെ ഭാവി എന്നത് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള സാറ്റലൈറ്റ് ഉണ്ടാക്കിയാലും 5G, 4G, NG, ഇൻഫിനിറ്റ് G ആയാലും ഒരു രക്ഷയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തന്നെയല്ല, ഇങ്ങനെ ഈ പോക്ക് പോയാൽ എന്താ ഉണ്ടാവുക ആലോചിച്ച് നോക്കൂ. ഇപ്പം തന്നെ അതിൻ്റെ ഒരു ക്രഞ്ച് കാണാണ്ടെന്നാണ് പറയണത്. ഞാനൊരു ദിവസം ഡൽഹി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ, മേ ഐ ഹെൽപ്പ് യു? ഞാൻ വിചാരിച്ചു ഇത് എവിടുത്തെ ഏരിയയാണ്? അപ്പോൾ സായിപ്പിൻ്റെ വേഷമാണ്. അപ്പോൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ റോബോട്ടാണ്, ഹ്യൂമനോയിഡാണ്. ആ ഹ്യൂമനോയിഡ് നമ്മൾ ഏത് ഭാഷയിൽ എന്ത് കാര്യം ചോദിച്ചാലും ആ ഭാഷയിൽ മറുപടി പറയും. ലോകഭാഷകളിൽ മലയാളമൊന്നും പറ്റില്ല. ലോകത്തെ ഏത് എയർപോർട്ടിലുള്ള ഏത് വിമാനത്തിൻ്റെ ഏത് സമയ പരിധി ചോദിച്ചാലും, ഏത് കണക്ഷൻ ഫ്ലൈറ്റ് ചോദിച്ചാലും അവർ പറയും. ഒരമ്മ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ഒന്ന് വാഷ് ചെയ്ത് പോകണം, അപ്പോൾ ഇനി ഹോൾഡ് ചെയ്യാൻ, ഈ അമ്മ വരുന്നവരെ ഇത് ഹോൾഡ് ചെയ്യാം. അയാൾക്ക് ഏത് ഗേറ്റിലാണ് പോകേണ്ടത് ബോർഡ് ചെയ്യാനൊന്നും അറിയില്ല. അയാൾ കൈ പിടിച്ച് നടത്തി ആ ഗേറ്റ് കൊണ്ടുപോയാക്കി അവിടുത്തെ ഒരു അധികാരിയെ ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോരും. ഈ ആൾക്ക് ഭക്ഷണം വേണ്ട, ശമ്പളം വേണ്ട, ലീവ് വേണ്ട, ഷിഫ്റ്റ് വേണ്ട, തൊഴിലാളി യൂണിയനില്ല, ഒരു കുഴപ്പമില്ല. ആകെ വേണ്ടത് കുറച്ച് കറണ്ടാണ്. ആ കറണ്ടിൽ വീക്കായി തുടങ്ങിയാൽ അയമ്പേക്കതിനെ അറിയാം. അതിന് ഇൻഡിക്കേറ്റർ ഉണ്ട്, അതിനൊരു ക്യൂബിക്കലുണ്ട്. അവിടെ പോയിട്ട് ഒരു പ്ലഗ് എടുത്തിട്ട് അയമ്മ അതിനെ കുത്തി ചാർജ് കംപ്ലീറ്റ് ആകുമ്പോൾ അതെടുത്ത് അവിടെ തന്നെ ചുരുട്ടി വെച്ച് അയമ്മ വീണ്ടും വരും. സംശയമൊന്നും വേണ്ട. കുറച്ച് കാലം കൊണ്ട് പോലീസുകാരൻ, ഡോക്ടർ, എൻജിനീയർ, ക്ലാർക്ക്, ഗുമസ്തൻ
ഈ വക ഷോറൂമിലൊക്കെയുള്ള ഈ ആളുകൾ, ഈ ഡിസ്പ്ലേ ഗേൾസൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ആളുകളുടെ തൊഴിൽ പോവുകയാണ്. ക്ഷേമരാഷ്ട്രം വരെയാണെന്ന് കണ്ടോളൂ. ഈ ക്ഷേമരാഷ്ട്രം വരുമ്പോൾ ഈ തൊഴിൽ പോയ ആളുകൾ എന്താ വാങ്ങാം? വരുമാനം ഉണ്ടെങ്കിലല്ലേ വല്ലതും വാങ്ങാൻ പറ്റൂ. ക്രെഡിറ്റ് ഉണ്ടെങ്കിലല്ലേ ഈ കാർഡ് കൊണ്ടുപോയാൽ വല്ലതും കിട്ടുള്ളൂ. ക്രെഡിറ്റ് ഇല്ല, ഒന്നും വാങ്ങാൻ നിർത്തിയില്ലെങ്കിൽ പിന്നെ എന്താ ഈ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടാക്കുക? ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക? വലിയ ക്രഞ്ച് വരാൻ പോവുകയാണ്. ഈ ക്രഞ്ചാണ് ഇപ്പോൾ ഈ കാണുന്ന, അമേരിക്കയിലൊക്കെ കാണുന്ന ഈ ദുരിതത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഇൻഡിക്കേഷനാണത്. ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇനിയിപ്പോൾ ഇന്റേണൽ വിമാനങ്ങളൊക്കെ നിർത്തണോ? കാരണം ടിക്കറ്റ് വാങ്ങാൻ ആളില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ക്രഞ്ച് വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ഭദ്രത സംശയത്തിലാവുമ്പോൾ ലോക ജനത തന്നെ മാറ്റി ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകും എന്നാണ് നമുക്ക് കരുതാനുള്ളത്. നമുക്കിത് പോരാ എന്നും സയൻസ് എന്തിനൊക്കെ ഉപയോഗിക്കണം, എവിടെയൊക്കെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ പറയേണ്ട ഒരാൾ, ഏറ്റവും വലിയ ആളാണ് അദ്ദേഹം. പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഈ ഭൂമി നശിച്ചു പോയാലും നമുക്കൊരു കുഴപ്പമില്ല. ഇതാകെ മലിനമായി ആർക്കും ജീവിക്കാൻ വയ്യാണ്ടായാലും ഒരു കുഴപ്പമില്ല. നമുക്ക് അപ്പോഴേക്കും അന്യഗ്രഹത്തിൽ എവിടെയെങ്കിലും പോയിട്ട് താമസിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാം എന്നാണ്. ഞാനൊരു തമാശയായിട്ടൊരു സയൻസ് ജേണലിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര ആളെ കൊണ്ടുപോകുന്നു? നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് പറയുന്നത് 50 മില്യൺ പ്രകാശവർഷം ദൂരെയാണ്. വെളിച്ചത്തിൻ്റെ വേഗത്തിൽ പോയാൽ 50 മില്യൺ എടുക്കും അവിടെ എത്താൻ, കൊല്ലം. അടുത്തുമ്പോൾ ആരോ ബാക്കി ഉണ്ടാവുക? ഇനി അങ്ങനെ കൊണ്ടുപോയി ഇരിക്കട്ടെ, എത്ര ആളെ കൊണ്ടുപോകും? ഒരാളെ കൊണ്ടുപോകാൻ എന്തായിരിക്കും ചിലവ്? മറുപടിയില്ല. അപ്പം നമ്മുടെ ഈ ഭൂമി, സ്വന്തമായ ഈ ഭൂമി, ഇത്ര പോകുന്ന ഈ ഭൂമി, ഇപ്പോൾ അത് ഇത്ര പോകുന്നൊരു ഭൂമിയാണെന്നും നമുക്ക് ആകെ ഉള്ളതാണെന്നും എല്ലാവരുടെയും കൂടി ഉള്ളതാണെന്നും എല്ലാവരും കൂടി അല്ലാണ്ട് ഒരാൾക്ക് മാത്രം അവിടെ ഒന്നെടുത്ത് വാരി തിന്നാൻ പറ്റില്ല എന്നും ഒക്കെ നല്ല ഉറപ്പില്ലെങ്കിൽ ഭൂമിയിൽ ആരും ശേഷിക്കില്ല എന്നർത്ഥം. സംശയമൊന്നും വേണ്ട. അങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കി തരാൻ ടെക്നോളജിക്കും സയൻസിനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും അതിന് മുഴുവൻ ലോക ജനത തയ്യാറായിട്ടില്ല. കാരണം നമ്മളിപ്പോഴും നായരാണ്, ഈഴവനാണ്, ജാതിയാണ്, മതമാണ്, തർക്കമാണ്, ദേശീയതയാണ്, ഞാൻ കേരളീയനാണ്, തമിഴനാണ്, ആന്ധ്രക്കാരനാണ്, ഞാൻ പൊന്നാനിക്കാരനാണ്, മനസ്സിലായില്ലേ, ചമ്രവട്ടത്തുകാരനാണ് എന്നൊക്കെയുള്ള ധാരണയും ഒക്കെ ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ ജീവൻ ഈ ലോകത്തുള്ള എല്ലാ ജീവൻ്റെയും പങ്കാണ്. എനിക്ക് ഇല്ലാത്ത കഴിവ് വേറെ ആൾക്കുണ്ടാവും, അതും കൂടി ആവശ്യമാണ് ഈ ഭൂമി പുലരാൻ. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ സൃഷ്ടിയിൽ ഒരു സാധനവും വേറൊന്നു പോലെ ഇല്ല. ഇപ്പോൾ ആണവശാസ്ത്രത്തിൽ ഞങ്ങൾ പറയും ഓൾ ആറ്റംസ് ഓഫ് ദി സെയിം കാറ്റഗറി, ഒരുപോലെയാണെന്ന് പറയും. കാർബൺ ആറ്റം, എല്ലാ കാർബൺ ആറ്റവും ഒരേ സ്വഭാവമുള്ളതാണ്. ഒരു വലിയ അർത്ഥത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഓരോ ആറ്റവും, ഓരോ കാർബൺ ആറ്റം ആയാലും വേറെ എന്തായാലും അത് വേറെയാണ്. ഒരു വ്യത്യാസമില്ലാതെ ഒരു സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിലില്ല. ആ സൃഷ്ടിയുടെ ന്യായീകരണം തന്നെ, അസ്തിത്വത്തിൻ്റെ അർത്ഥം തന്നെ അതിൻ്റെ ആ വേറിട്ട അവസ്ഥയാണ്. ആ വേറിട്ട അവസ്ഥ കൊണ്ടാണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായത്. ഒരേ മൂലകത്തിൻ്റെ അണുക്കൾ തമ്മിലുള്ള സൂക്ഷ്മ വ്യതിയാനങ്ങളിലാണ് ക്വാണ്ടം ഫിസിക്സ് നിലനിൽക്കുന്നത്. മനസ്സിലായോ? എല്ലാ ആറ്റവും ഒരുപോലെയാണെങ്കിൽ പിന്നെ ക്വാണ്ടം ഫിസിക്സ് ഇല്ല. ഏതൊരു മനുഷ്യനായാലും വേണ്ടില്ല, പക്ഷിയായാലും മൃഗമായാലും അണുവായാലും വൈറസ് ആയാലും എന്തായാലും ആ ഒരു ഗണത്തിൽപ്പെട്ട കൂട്ടത്തിൽ തന്നെയുള്ള ഓരോ വൈറസും വേറെ വേറെയാണ്. അതിന് ഈ മൊത്തം വൈറസിൻ്റെ സമൂഹത്തോട്, ലോകത്തിലെ ജീവനോട്, പ്രപഞ്ചത്തിലെ ജീവനോട് ഒരു കടപ്പാടുണ്ട്, കടമയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്. അപ്പോൾ അതിൻ്റെ ആ വ്യക്തിത്വം നിലനിർത്താനുള്ള ഉത്തരവാദിത്തം മറ്റ് അണുക്കൾക്കുണ്ടെന്നർത്ഥം. ഞാൻ വേറെയാണെങ്കിൽ എൻ്റെ വേറിട്ട അവസ്ഥയ്ക്ക് ഒരു നിലനിൽപ്പ് തീർച്ചയായും എനിക്ക് നൽകാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഒഴിച്ച് എല്ലാവർക്കും ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. അത് പാലിക്കപ്പെടാനുള്ള ഒരു അവസ്ഥ മാനസികമായി
പ്രായോഗികമായി സംഘടനാപരമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെയൊക്കെ രാശി ഇനി ശേഷം ചിന്ത്യം എന്നുള്ള പഴയ കണിയാരുടെ കഥനം പോലെ അർത്ഥവത്തായി തീരും എന്നുള്ളതാണ് നേര്. അതുകൊണ്ട് എല്ലാവരും സ്വന്തം നിലയ്ക്ക് ബോധവാന്മാരായി ഇതുവരെയുള്ള എല്ലാ ചങ്ങലക്കെട്ടുകളും അഴിച്ചു മാറ്റിക്കളഞ്ഞ് ഒരു എലിവേറ്റഡ് പൊസിഷനിലേക്ക് നമ്മൾ സ്വയം ആരോഹണം ചെയ്ത് കയറിയിരുന്നില്ല എങ്കിൽ ഞാൻ ഇരിക്കേണ്ടത് ഇവിടെയല്ല, കുറേ കൂടി മുകളിലാണ് എന്നൊരു ധാരണയിലേക്ക് നമ്മൾ പോയില്ല എങ്കിൽ നമ്മുടെ ഒരു ജീവൻ മാത്രമേ ഉള്ളൂ രക്ഷിക്കാനെന്ന് കരുതുന്നതിലെ അബദ്ധം മറ്റെല്ലാ ജീവനും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവന് രക്ഷയില്ല എന്ന അവസ്ഥ അറിയാൻ നമുക്ക് കഴിയാതെ പോയാൽ നാളെയും ഇതിപ്പോൾ ലോകത്തെ ഒരു സി രാധാകൃഷ്ണൻ മാത്രം ഇവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ നാട്ടിൽ ഇതങ്ങനെ അധികം പേര് പറയുന്നത് കേട്ടിട്ടില്ലെങ്കിലും മറ്റു നാടുകളിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരുപാട് അലകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ലോകത്തിലെ മാധ്യമങ്ങൾ കാണുന്ന ഇവിടെയുള്ള എല്ലാവർക്കും ബോധ്യമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ കൂടാൻ തയ്യാറാവണം. നാളെ തൊട്ട് എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ പാർട്ടി, എൻ്റെ തൊലി നിറം, എൻ്റെ ഭാഷ എന്നൊക്കെ മാത്രം പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞാൻ മനുഷ്യൻ, ഞാൻ ജീവൻ എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയില്ല എങ്കിൽ നമ്മുടെയൊക്കെ നാളത്തെ സ്ഥിതി ശേഷം ചിന്ത്യം. ഇതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. നിർത്തുന്നു. നമസ്കാരം. എൻ്റെ സംശയം ഇതാണ്, ഇന്ത്യൻ ആത്മീയത അതിൻ്റെ ശരിയായ അർത്ഥവ്യാപ്തിയിൽ ഈ വിഷയത്തിൽ പ്രസക്തമാവില്ലേ? അതോടൊപ്പം തന്നെ മനുഷ്യരാശിയുടെ ഈ ഭീഷണി മഹാത്മാഗാന്ധി നേരത്തെ കണ്ടിരുന്നില്ലേ? എൻ്റെ ഒരു എളിയ പക്ഷം ഈ ഇന്ത്യൻ ആത്മീയത എന്നൊന്ന് ഇല്ല എന്നാണ്. മനുഷ്യരാശിയുടെ ആത്മീയത അതുണ്ട്. നമ്മൾ എപ്പോഴാണോ എൻ്റെ വീട്ടിലെ തറവാടിത്തം എന്ന് പറയുന്നത്, അപ്പോൾ അന്യ വീടുകളിൽ അത് അത്ര തന്നെ ഇല്ല എന്ന അവസ്ഥ നമ്മൾ ധ്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കെങ്ങനെ അറിയാം ഇല്ല എന്നും? ആഫ്രിക്കൻ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ആത്മീയത ഇതുവരെ ഞാൻ നമ്മുടെ നാട്ടിൽ എവിടെയും കണ്ടിട്ടില്ല. കാരണം അവിടെ ഒരു ഗോത്രം, ആ ഗോത്രത്തിൽ ഒരാൾക്ക് വിശക്കുന്നുണ്ട് എന്ന കാര്യം ശേഷിക്കുന്നു എങ്കിൽ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കില്ല. ഇതിൻ്റെ പേര് എന്താണ്? ആത്മീയത എന്നാണോ ഭൗതികത എന്നാണോ? എന്തായാലും അത് ഇന്ത്യൻ ആത്മീയതയല്ല എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. നമുക്കൊരു സങ്കല്പമുണ്ട്, ഇവിടെ പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടനയെക്കുറിച്ച് ഒരു ബോധമുണ്ട്, ഭാരതീയമായ ഒരു ദർശനമുണ്ട്, യോഗശാസ്ത്രമുണ്ട്. അതിലൊക്കെ നേരുണ്ട് എന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. ഞാൻ ഒത്തിരിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം, ഞാൻ ഭഗവത്ഗീത ഒരു വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ട് മോഡേൺ സയൻസ് വെച്ചിട്ട്. നമുക്കറിയാം നല്ലൊരു ഒരു 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 ഉപനിഷത്ത് സഞ്ചയം നമുക്കുണ്ട്. ഇപ്പോൾ ഈ ഈശാവാസ്യ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്ത്, ഈ ഈശാവാസ്യ ഉപനിഷത്ത് ഒറ്റ ഒരു ശ്ലോകം, ആ ഒരു ശ്ലോകം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ ബോധവും അറിവും നാളെ നിർദ്ധാരണം ചെയ്യാം എന്ന് ഗാന്ധിജി പറയേണ്ടതായിട്ടുണ്ട്. ശരിയാണത്, സംശയമൊന്നുമില്ല ആ കാര്യം. ശ്രീ രഘുനാഥ് പറയുന്നത് വാസ്തവമാണ്. മഹർഷി ചോദിക്കുകയാണ്, ഈ ധനം ആരുടെയാണ്? കസ്യസി ധനം. ഈ ഭൂമിയിലെ വിഭവങ്ങൾ, സമ്പത്ത് ആരുടെയാണ്? ഇതിൻ്റെ അവകാശി ആരാണ്? നിങ്ങളാണോ? ഞാനാണോ? അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ഇത് പങ്കിട്ട് മാത്രം അനുഭവിക്കുക. തേന തെക്തേന ഭുഞ്ഞീത. ഒരിക്കലും സ്വന്തം ആവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കരുത്. വലിച്ചുകൂട്ടി സ്വന്തം മാളത്തിലേക്ക് കൊണ്ടുപോകരുത്. ഇത് മനസ്സാക്ഷി എന്ന പേരിൽ ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഈശ്വരനാണ്. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ഭൂമിയിൽ ഒരു പഴുതുപോലും ആ ഒരു സാന്നിധ്യം ഇല്ലാതെ ഇല്ല മനസ്സാക്ഷി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വിഭവങ്ങളൊക്കെ തെക്തേന ഭുഞ്ഞീത മാഗൃത. ഇതിനെ വാരി വലിച്ച് സ്വന്തം മാളത്തിലേക്ക് കൊണ്ടുപോകരുത്. കാരണം എന്താണ്? കസ്യസി ധനം. ഈ ധനം ആരുടെയാണ്? ഈ ധനം ആരുടെയാണ്? ഈ മൂലധനം ആരുടെയാണ് എന്ന ചോദ്യം കാർൽ മാർക്സ് അല്ല ആദ്യം ചോദിച്ചിരിക്കുന്നത്. സംശയമൊന്നും വേണ്ട ആ കാര്യത്തിന്.
ഇതെല്ലാവരും കൂടി പങ്കിട്ടെടുത്ത് മാത്രം അനുഭവിക്കുക എന്നൊരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്തിനാ പട്ടാളം? എന്തിനാ ബോംബ്? എന്തിനാ യുദ്ധം? ഇപ്പോൾ സൂഫിസമുണ്ട്. സൂഫിസത്തിലെ ചില പദ്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ സെൻ ബുദ്ധിസമുണ്ട്, അതിലുമുണ്ട് ഇത് തന്നെയാണ്. ഖുറാനിലെ കുറേ സൂക്തങ്ങളുണ്ട്. ഒരാൾക്ക് വിശക്കുന്നു എങ്കിൽ ആ സമൂഹത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആള് ദൈവനിഷേധിയാണ് എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. ഇതൊക്കെ എല്ലാ മതങ്ങളിലുമുണ്ട്. എല്ലാ മതങ്ങളിലുമുള്ള ഇത്തരം കാര്യങ്ങളെയൊക്കെ പിൽക്കാലത്ത് ഉണ്ടായ ആളുകൾ പട്ടാള ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യേശു ക്രിസ്തു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സെർമൺ ഓൺ ദി മൗണ്ട് നമുക്ക് വായിച്ചു നോക്കിയാൽ ഈ മഹാത്മാഗാന്ധി പറഞ്ഞതും ഈ മഹർഷി പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താ ഉണ്ടായത് വെച്ചാൽ അതുണ്ടായ കാലത്ത് അതിനെ മർദ്ദിച്ച് അവശമാക്കി ഉപദ്രവിച്ചിരുന്ന പട്ടാളം, ഗ്രീക്ക് പട്ടാളം, കുറച്ച് 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ക്രിസ്തു മതത്തെ അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കി. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഇസ്ലാമിന് സംഭവിച്ചത്. ഔദ്യോഗിക യുദ്ധമതമായി അത് മാറി. ഇവിടുത്തെ രാജാക്കന്മാർക്കും അത് തന്നെയാണ് സംഭവിച്ചത്. മനുസ്മൃതിയായി മാറി അത് യുദ്ധമതമായി, ജാതിയായി, മതമായി, തമ്മിൽ തല്ലായി. ഇതൊക്കെ ചെയ്തത് ഇതൊന്നും ഉണ്ടാക്കി വെച്ച മഹാമനുഷ്യരല്ല. പിൽക്കാലത്ത് ഉണ്ടായിരുന്ന മനുഷ്യരുടെ ബോധമണ്ഡലത്തിലെ ഭീതിയാണ്. ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഭയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, മേലുദ്യോഗസ്ഥൻ അപ്പുറത്തിരിക്കുന്ന ആളുകളെ കൊല്ലാൻ കൽപ്പനയിടുന്നത്? ഒന്നുകിൽ തൻ്റെ മേലധികാരി അത് ചെയ്തില്ലെങ്കിൽ തന്നെ കൊല്ലും, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾ തന്നെ കൊല്ലും. അപ്പോൾ തനിക്ക് കൊല്ലുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇങ്ങനെ ഒരു തരം ഒരു സ്ട്രേറ്റ് ജാക്കറ്റ് ട്രാപ്പിനകത്ത് അയാൾ വെട്ടുപോയതാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മുടെ മനസ്സാക്ഷിയിലുണ്ടായ ആശയങ്ങൾ രൂപീകരിച്ച് നിഷ്പക്ഷമായ ഒരു നിലപാട് നമ്മൾ എടുത്തേ മതിയാവുമെന്ന് അർത്ഥം. ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ പഴയ ഒരു സമ്പ്രദായത്തിൽ. ഒരു ആത്മീയതയുണ്ട് എന്ന് വെച്ച് നമ്മൾ ഉറങ്ങിക്കിടന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ ആത്മീയത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണ്ടേ നമുക്ക്? ഈ മഹർഷി പറഞ്ഞ ഈ ആത്മീയത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. സാധിക്കുന്നില്ല. സാധിക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മളിലെ ഭീതി കാരണമാണ്. ഈ ഭീതി എന്തുകൊണ്ടാണ്? അത് പോവാതിരിക്കാനുള്ള സംവിധാനങ്ങൾ മറ്റുള്ളവർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അതിന് ചെറുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്, പക്ഷേ ഉത്തരവും വളരെ സരളമാണ്. നമ്മൾ ഇത് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്, തലയണയ്ക്ക് വെച്ച് കിടന്നാൽ പോരാ, അത് എന്താണെന്ന് മനസ്സുകൊണ്ട് അറിയുകയും കൂടി വേണം. അല്ലാണ്ട് ഒരു ഉത്തരവില്ല. എൻ്റെ പേര് മുരളി. എൻ്റെ ചോദ്യം, സൈനിക ശക്തി കൊണ്ടും സാമ്പത്തിക ഭദ്രത കൊണ്ടും ലോകത്ത് കോളനിവൽക്കരണം നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മൾ ബ്രിട്ടീഷ്, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ പറയുന്ന ഒരു കാലം. അതുപോലെ ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഒരു ഭാവി ഇലോൺ മസ്ക് ലീഡ് ചെയ്യുന്ന ഒരു പുതിയ സാമ്രാജ്യ ശക്തി ഉയർന്നു വരുമോ? സാമ്രാജ്യങ്ങൾ വീണ്ടും ഉയർന്നു വരും, സംശയമൊന്നും വേണ്ട. എങ്ങനെയാണെങ്കിൽ നമുക്ക് അവയ്ക്കെതിരെ ജാഗ്രത പുലർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ എന്തു കാര്യം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പുതിയ മുൻതലങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നേടിയെടുക്കുമ്പോഴും അതേ മുൻതലങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാവുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ നേടിയെടുത്ത ഈ നേട്ടം എന്ന് പറയുന്നത് നാളത്തെ എന്നെയും എൻ്റെ വംശത്തെയും ജീവവംശത്തെയും ഈ ഭൂമിയെയും എങ്ങനെ ബാധിക്കും എന്ന് സങ്കല്പിക്കാനുള്ളൊരു കഴിവും കൂടി ഈ മുൻതലങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഉപയോഗിക്കാതെ നമ്മൾ ഇതിനെ എങ്ങനെ എനിക്ക് ലാഭകരമാക്കി എനിക്ക് ഉപയോഗിക്കാം എന്ന് മാത്രം ചിന്തിച്ചാൽ ഉണ്ടാകാവുന്ന ദുരന്തമാണ് ഈ പറയുന്ന സാമ്രാജ്യങ്ങളൊക്കെ. അപ്പോൾ നാളത്തെ ആളുകൾ തീർച്ചയായും ഈ രണ്ട് കാര്യം ഒപ്പം ആലോചിക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. എനിക്ക് ഈ ഭൂമിയുടെയും മനുഷ്യവംശത്തിൻ്റെയും ജീവൻ്റെയും ഒക്കെ കാര്യത്തിൽ ഒരു അങ്കലാപ്പവും തോന്നുന്നില്ല. കാരണം ജീവൻ ഇത്രയും കാലത്തെ പുരോഗമനത്തിന് ശേഷം അല്ലെങ്കിൽ എവല്യൂഷന് ശേഷം ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു സുപ്രഭാതത്തിൽ നശിച്ചു പോകാനുള്ളതല്ല. സംശയമൊന്നും വേണ്ട ആ കാര്യത്തിന്. അത് അവസാനത്തെ ഘട്ടം വരുമ്പോൾ കുടഞ്ഞൊരു എഴുന്നേൽപ്പുണ്ട് അതിന്. അത് സംഭവിക്കും, സംശയമൊന്നും വേണ്ട. ഒരു കാര്യത്തിലും ആശങ്കപ്പെടേണ്ടതില്ല.
നമ്മൾ വ്യക്തിപരമായിട്ട് ആരെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി, നാളെ മൊത്തം ഭൂമിയിലെ ജീവൻ അതിന് നാശം തീർച്ചപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അത് രണ്ട് കൈയും രണ്ട് കാലും കുടഞ്ഞ് എണ്ണീറ്റ് ചവിട്ടി കുത്തി നേരെ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. TNR കോഴിക്കോട്. സർ, മനുഷ്യവംശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗോത്രങ്ങളായിട്ടായിരുന്നു കഴിഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. അന്ന് ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ദൈവങ്ങളുണ്ടായിരുന്നു. എൻ്റെ ദൈവമാണ് ശരിയായ ദൈവമെന്നും മറ്റു ഗോത്രങ്ങളുടെ ദൈവം ശരിയായ ദൈവമല്ല, അപ്പോൾ അവരെ ആക്രമിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്ന അന്നത്തെ ഗോത്രീയ വംശത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും മനുഷ്യ മനസ്സുകളിൽ കിടക്കുന്നത് കൊണ്ടല്ലേ ഇന്നും നമ്മൾ ശത്രുത പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു സംശയം. രണ്ടാമതായിട്ട്, ഇന്നിപ്പോൾ ന്യൂറോ സയൻസ് വളരെയധികം വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഫ്രണ്ടൽ ലോബിൽ ചില വൈകല്യം കാരണം, പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ടൽ ലോബിൽ ഉണ്ടാകുന്ന ചെറിയൊരു എപ്പിലെപ്സി കാരണം നമുക്ക് ആധ്യാത്മികതയിലേക്ക് പോകാനുള്ള പ്രവണത ഉണ്ടാകുമെന്നാണ് പറയുന്നത്, ശാസ്ത്രം പറയുന്നത്. അതുകൂടാതെ ഡോപ്പോമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ നമ്മുടെ ഇതിൻ്റെ അസന്തുലിതാവസ്ഥ കാരണം മനുഷ്യൻ്റെ മനസ്സുകളിൽ നാം അറിയാതെ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോൾ നമുക്ക് ഒരു പക്ഷേ മനുഷ്യനെ കുറ്റം പറയാൻ പറ്റുമോ? എഡ്രിനാലിൻ കൂടിക്കഴിഞ്ഞാൽ ദേഷ്യം വരും. അങ്ങനെ ഓരോന്നിൻ്റെയും ഡോപ്പാമിൻ കൂടിക്കഴിഞ്ഞാൽ സന്തോഷം വരും. ഇത് അതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഈ മാറ്റത്തെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഭാവിയിൽ നമുക്ക് വാദിക്കാൻ പറ്റാവുന്ന ഒരു ജഡ്ജിൻ്റെ മുന്നിൽ നമുക്ക് വാദിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം, എൻ്റെ മനസ്സിൽ എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഇന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കാരണമാണ് ഞാനത് ചെയ്തത്, സത്യത്തിൽ എൻ്റെ കുറ്റമല്ല ഇന്ന് വരാൻ പറ്റാവുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും. കൂടാതെ AI, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്ന് അത് മനുഷ്യൻ്റെ ഭീഷണിയായി തീരുമോ എന്നുകൂടി ഒരു സംശയം. AI മനുഷ്യരാശിക്ക് ഭീഷണിയാകുമോ എന്നാണ്. ഒരിക്കലും ആവില്ല. കാരണം മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ജീവൻ്റെ ഇൻ്റലിജൻസാണ്. യന്ത്രത്തിൻ്റെ ഇൻ്റലിജൻസ് മെക്കാനിക്കൽ ഇൻ്റലിജൻസാണ്. മെക്കാനിക്കൽ ഇൻ്റലിജൻസിന് മുൻകൂട്ടി നിശ്ചയിച്ച പരിമിതികളുണ്ട്. നമ്മുടെ ഇൻ്റലിജൻസിന് പരിമിതികൾ ഇല്ല. പരിമിതികളുള്ള ഇൻ്റലിജൻസ് പരിമിതികളില്ലാത്ത ഇൻ്റലിജൻസിനെ ഒരിക്കലും മറികടക്കാൻ പോകുന്നില്ല, സംശയിക്കേണ്ട. നമുക്കിപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് നന്നായിട്ടറിയാം, നമ്മളെ കടിക്കുന്ന ഒരു കൊതുകിൻ്റെ ശരീരത്തിൽ എന്തൊക്കെയുണ്ട് എന്നറിയാം. ഇത്ര അമിനോ ആസിഡ് ഉണ്ട്, ഇത്ര വെള്ളമുണ്ട്, ഇത്ര പ്രോട്ടീൻ ഉണ്ട്, ഇത്ര വിറ്റമിൻസ് ഉണ്ട്, ഇത്ര മിനറൽസ് ഉണ്ട്, കൃത്യമായി ഇത്ര മൈക്രോഗ്രാം വീതം ഇതൊക്കെ എന്ത് അവസ്ഥയിലുണ്ട് എന്നുകൂടി അവർക്ക് നിശ്ചയിച്ച് തരാൻ പറ്റും. പക്ഷെ ഇത്രയും സാമഗ്രികൾ ആ ശാസ്ത്രജ്ഞൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു കൊതുകിനെ ഉണ്ടാക്കി പറപ്പിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. വൈ നോട്ട്? ബിക്കോസ് ആ കൊതുകിലൊരു ബ്രെയിനുണ്ട്. ആ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നത് വാസ്തവം പറഞ്ഞാൽ ആ കൊതുകിലുള്ള രാസപദാർത്ഥങ്ങളല്ല, കൊതുകിൻ്റെ ജീവനാണ്. അതെന്താണ് എന്ന കാര്യം ഇപ്പോഴും സയൻസിന് അറിയില്ല എന്ന നേര് സയൻറ്റിസ്റ്റുകളൊന്നും തുറന്നു പറയാറില്ല. ഒരു യന്ത്രത്തിനും ജീവനില്ല. ജീവനുള്ള ഏതൊന്നിനേക്കാളും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അതിന് പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ കാലിലൊരു മുള്ളു തട്ടിയാൽ നമ്മുടെ തലച്ചോറിൻ്റെ സമ്മതമോ അനുവാദമോ കാത്തു നിൽക്കാതെ നമ്മുടെ കാല് സ്വയം പിൻവലിയും. അതിനെയാണ് നമ്മൾ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ റിഫ്ലക്സിന് ബ്രെയിനുമായിട്ട് ഒരു ബന്ധവുമില്ല. റിഫ്ലക്സ് എവിടെ ഇരിക്കുന്നു? റിഫ്ലക്സ് നമ്മുടെ നാഡീവ്യൂഹത്തിലിരിക്കുന്നു. ഈ നാഡീവ്യൂഹത്തിൽ റിഫ്ലക്സ് പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ്? ബ്രെയിനിൽ നിന്ന് ഒരു കൽപ്പന കിട്ടാൻ അത് കാത്തു നിൽക്കുന്നില്ല. കാരണം അങ്ങനെ കാത്തു നിന്നാൽ പലപ്പോഴും
ഒരു കടിക്കാൻ വരുന്ന പാമ്പിൻ്റെ അടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പാമ്പാണ് വരുന്നത് എന്ന് തലച്ചോറ് കണക്കുണ്ടാക്കി അത് എഴഞ്ഞു വരുന്ന വേഗതയൊക്കെ കണക്കാക്കി എൻ്റെ കാല് പിൻവലിക്കാൻ നിന്നാൽ പാമ്പ് കടിച്ചിട്ട് പോയിട്ടുണ്ടാവും. കണ്ണ് പാമ്പിനെ കാണുന്ന നിമിഷത്തിൽ തലച്ചോറിലേക്ക് പോവാതെ ഒരു സിഗ്നല് കാലിലേക്ക് പോവുകയാണ്, ഓടുന്നു. ഈ സിഗ്നൽ വരുന്നത് മസ്തിഷ്കത്തിൽ നിന്നല്ല, അത് വരുന്നത് അതിൻ്റെ ജീവനിൽ നിന്നാണ്. ഈ ജീവൻ എവിടെയാണ് ഇരിക്കുന്നത്? ഈ പാമ്പിൽ, നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ജീവൻ അറിയോ? ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല എവിടെയാണ് ജീവൻ ഇരിക്കുന്നതെന്ന്. ജീവൻ പോയി നമ്മൾ പറയും മരിക്കുമ്പോൾ. എവിടേക്കാണ് പോയേ? ജീവൻ എവിടുന്നാണ് വന്നേ? വല്ല പിടിയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾക്ക് കൂടി നമുക്ക് സമാധാനം ഉണ്ടാകുന്നത് വരെ പേടിക്കണ്ട. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഈ ജീവൻ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട്, ഇല്ല എന്നുള്ളതുകൊണ്ട് അതിന് ഒരിക്കലും നമുക്ക് ആർക്കും പകരം നിൽക്കാൻ പറ്റില്ല. ഒരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരാളെ പോലും അതിജീവിക്കാൻ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും സാധിക്കില്ല. സംശയമൊന്നും വേണ്ട അതിന്. ആ പേടി ആവശ്യമില്ല നമുക്ക്. മനുഷ്യർ ഇതുകൊണ്ട് പല വിക്രിയകളൊക്കെ കാണിച്ചു എന്നൊക്കെ വരാം. പക്ഷേ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും എന്ത് കഴിയില്ല? ജീവന് ഒരു വീടായിരിക്കാൻ സാധിക്കില്ല. ജീവനെ അതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സംശയത്തില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് തർക്കിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തർക്കിച്ച് തീരുമാനം എടുത്തിട്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. അത് ആദ്യം ചെയ്തു നോക്കാം. ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമ്മുടെ കൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയില്ലെങ്കിൽ നാളെ നമ്മൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതാദ്യം ശരിയാക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങളിലേക്ക്, അറിയാത്ത കാര്യങ്ങളിലേക്ക് പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇനി അതും കൂടി തർക്ക വിഷയമായിട്ട് മാറിയാൽ പിന്നെ അത്രയും കൂടി ബന്ധപ്പാടിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നതല്ലാണ്ട് ഒരു കാര്യത്തിനും ഒരു നിവൃത്തി ഉണ്ടായി കിട്ടില്ല. ഭൂമിയിലുള്ള എല്ലാത്തിനും ഒന്നിനൊന്നോട് സാമ്യം ഇല്ലെന്ന് പറയുന്നു. ഉദാഹരണത്തിന് കാർബൺ ആറ്റം, അതിൻ്റെ സ്വഭാവത്തിൽ ഓരോന്നും തമ്മിൽ പരസ്പരം ബന്ധമില്ല. സൃഷ്ടിയിൽ തന്നെ ഒരുപോലെയുള്ള ഒന്നുമില്ലെന്നും ഇതെല്ലാം മുമ്പേ സൃഷ്ടിച്ചതാണെന്നല്ല നിഗമനത്തിലാണോ? ഇവിടെ സൃഷ്ടി എന്ന ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്രഷ്ടാവുണ്ടോ? ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇവയെ ഒന്ന് വിശദീകരിക്കാം. ദൈവം ഉണ്ടോ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കൈപൊക്കാം. ഞാൻ എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നിശ്ചയമില്ല. 2-3 കാര്യങ്ങൾ എനിക്കറിയാം. ഒന്ന്, എനിക്ക് ഒരു ശരീരമുണ്ട്, അതിൽ ഇത്രയും ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയാൻ വയ്യെങ്കിലും ഒരു മനസ്സുണ്ട്. ഈ മനസ്സിൽ ഒരു ബുദ്ധിയുണ്ട്. പക്ഷെ ഇവിടെ അവസാനിക്കുന്നില്ല. ബുദ്ധിക്ക് അപ്പുറത്ത് എന്തോ ഒന്ന് ഈ ശരീരത്തിനകത്തുണ്ട്. അതായിരിക്കണമല്ലോ ജീവൻ. നമ്മുടെ ഈ ഭഗവത്ഗീതയാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഭഗവത്ഗീത പറയുന്നത് ഇന്ദ്രിയാണി പരാണ്യാഹു, ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ വളരെ വിശേഷപ്പെട്ട സൃഷ്ടികളാണ്. നമ്മുടെ കണ്ണിനുള്ള കഴിവുള്ള ഒരു ക്യാമറ ഇതുവരെ ടെക്നോളജി ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയും വൈഡ് ആംഗിളായിട്ട്, ഇത്രയും ഡബിൾ ഫോക്കസ്, മൾട്ടി ഫോക്കസ് ആയിട്ട്, ഇത്രയും എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി ഒരു ക്യാമറ ഇതുവരെ പ്രപഞ്ചത്തിൽ ശാസ്ത്രം ഉണ്ടാക്കിയിട്ടില്ല. അത് കണ്ണിൻ്റെ കാര്യം, മൂക്കിൻ്റെ കാര്യം അതുപോലെ, ചെവിയുടെ കാര്യം അതുപോലെ, ത്വക്കിൻ്റെ കാര്യം അതുപോലെ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണ് എന്ന കാര്യം നമുക്ക് അനുഭവസിദ്ധമാണ്. എന്നാൽ ഈ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. ഇന്ദ്രിയേഭ്യ പരം മന, മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠങ്ങളാണ്. കാരണം ഈ ഇന്ദ്രിയങ്ങൾ കിട്ടുന്ന വിവരങ്ങളൊക്കെ മനസ്സിലേക്കാണ് കൊടുക്കുന്നത്. അതാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ്. അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് അതാത് ആ സ്ഥലങ്ങളിലേക്ക് ഡിസ്പാച്ച് ചെയ്യുന്നത്. എന്നാലോ ഈ മനസ്സ് സ്വന്തം ഇഷ്ടത്തിനാണ് പ്രവർത്തിക്കുന്നത്? അല്ല. മനസ്സസ്തു പരാബുദ്ധി, മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. ബുദ്ധിയുടെ കൽപ്പനകളാണ് മനസ്സ് അനുസരിക്കുന്നത്. എന്നാലോ ഈ ബുദ്ധി ഇങ്ങനെ എങ്ങുമില്ല തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയാണോ അന്തരീക്ഷത്തുനിന്ന് ഒരു കയറിൻ്റെ മുകളിൽ? അല്ല.
യോ ബുദ്ധേർ പരതസ്തു സ എന്നാണ്. ജീവൻ എന്നത് ഈ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായി എന്താണോ ഉള്ളത് അതാണ് എന്നാണ്. ഈ കാര്യത്തിലൊക്കെ അനുഭവ സത്യങ്ങൾ വെച്ച് പറയാനൊന്നും എനിക്കറിയില്ല, അത്രയ്ക്കുള്ള അനുഭവമൊന്നും എനിക്കില്ല. പക്ഷെ നേരിൻ്റെ എന്തോ ഒരു അംശം അവിടെ കിടപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പറയുമ്പോൾ ഇത് നമ്മുടെ ഈ കിഴക്കിൻ്റെ ഒരു തത്വശാസ്ത്രമാണ്, ഇത് ഈ ലോകത്തുള്ള ഏറ്റവും മികച്ചതാണെന്നൊക്കെ പറയുന്നതിലുള്ള അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാൾ മെച്ചമായത് എവിടെയും കിടപ്പുണ്ടാവാം. ഇത് ലോകം മുഴുവൻ ഇത് തന്നെ ലോകത്ത് എവിടെ ഉണ്ടായതാണെന്ന് നമുക്കറിയില്ല. സംസ്കൃത ഭാഷയിലാണ് ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നത് ഉള്ളതുകൊണ്ട്, ഇവിടെ പണ്ട് ഈ ഭാഷ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് നമ്മളുടെ ആരോ അവിടെ ഉണ്ടാക്കിയെടുത്തതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ലോകത്ത് എവിടെയാണ് ഈ ജ്ഞാനമൊക്കെ ഉണ്ടായത് എന്ന് ആർക്കും അറിയാം? ലോകത്ത് മനുഷ്യരെ എല്ലാ കാലത്തും ബന്ധപ്പെട്ടിരുന്നു പരസ്പരം നമുക്കിപ്പോൾ അറിയാം. ഒരു കൊച്ചു തോണിയിൽ ഒരു വൻകര കഴിഞ്ഞ മറ്റൊരു വൻകരയിലേക്ക് പോയ ആളുകളുണ്ടായിരുന്നു 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവർ എവിടുന്ന് എന്ത് കൊണ്ടുവന്ന് എവിടെ കൊടുത്തു എന്നൊന്നും നമുക്ക് പറയാൻ നിവൃത്തിയില്ല. വെറുതെ ആവശ്യമില്ലാത്ത ദേശീയത എന്ന് പറയുന്ന ദുരഭിമാനങ്ങളുടെ പുറത്ത് നാളെ നമ്മൾ വീണ്ടും കുടുക്കലാവാനുള്ള ഏർപ്പാട് ചെയ്ത് വെക്കണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി, അത്രേ വേണ്ടൂ. അത് നിർബന്ധമായിട്ട് വേണം തീരുമാനിക്കാൻ എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ ഞാനതിനില്ല എന്നർത്ഥം. എൻ്റെ പേര് അഷ്റഫ് എന്നാണ്. സാറിൻ്റെ പ്രസംഗം സത്യത്തിൽ വളരെ ഇമ്പ്രസീവായിരുന്നു. പ്രത്യേകിച്ച് ചില ചിന്തകളൊക്കെ റോ ആയിട്ട് കടന്നത് നിങ്ങൾ ഫിനിഷാക്കി ഞങ്ങൾക്ക് പറഞ്ഞൊന്നുമല്ലാണ്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ അണുവിനെ പറ്റി പറഞ്ഞതൊക്കെ കുറേ കൂടി എക്സ്പ്ലെയിൻ ചെയ്തതോടുകൂടി നമുക്ക് വളരെ മനസ്സിലായി. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ അണുവിലും വ്യത്യസ്തത പോലെ തന്നെ എൻ്റെ ചോദ്യം, ഓരോ അണുവിലും ഓപ്റ്റിമിസം അല്ലെങ്കിൽ പെസിമിസം മനുഷ്യരെ പോലെ ഉണ്ടോ? നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിനും വേറെ വേറെ അസ്തിത്വം ഉണ്ട്, നിലനിൽപ്പുണ്ട് എന്നറിയാമോ? നമ്മൾ ഹൃദയം നിന്ന് പോയാലും നമ്മൾ ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് ഹാർട്ട് ലങ് മെഷീൻ കൊണ്ട് ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകും. അപ്പോൾ ഹൃദയമില്ലെങ്കിലും ജീവിക്കാം, ശ്വാസകോശമില്ലെങ്കിലും ജീവിക്കാം, ഉദരമില്ലെങ്കിലും ജീവിക്കാം, പകുതി വൃക്ക കളഞ്ഞാലും ലിവർ മുഴുവനായാലും ഏതാണ്ട് മുറിച്ച് കളഞ്ഞാലും ജീവിക്കാം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ വരുമ്പോൾ ജീവൻ എവിടെയാണ് ഇരിക്കുന്നത് ചോദിച്ചാൽ ഹൃദയത്തിലാണോ? അല്ല. തലച്ചോറിലാണോ? അല്ല. എവിടെയാണ്? നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുന്നതാവില്ലേ നല്ലത്. നമ്മളിൽ തന്നെ എത്ര വിഭിന്ന ഭാവങ്ങൾ സമ്മേളിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഒരാൾ സന്തോഷവാനായിരിക്കെ തന്നെ അയാളുടെ മനസ്സിൽ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, ബാക്കി എല്ലാ വികാരങ്ങളും ഉണ്ട്. ഒരു വികാരത്തിന് പ്രാമുഖ്യം വരുമ്പോൾ മറ്റു വികാരങ്ങൾ കീഴ്പ്പെട്ട് നിൽക്കും, അഥവാ കീഴ്പ്പെട്ട് പോവും. അടുത്ത നിമിഷത്തിൽ ആ ആളിൽ മറ്റേ വികാരം അതുപോലെ ശക്തമായി മുന്നോട്ട് വരും. അതുകൊണ്ട് ഒരു വികാരമേ ഉള്ളൂ എന്ന് ധരിക്കരുത്. അതുകൊണ്ടാണല്ലോ നമുക്ക് 9 ഭാവങ്ങൾ, രസങ്ങൾ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി വെച്ചിട്ട്. പക്ഷെ ഒരു കാര്യം നോക്കാനുള്ളത്, ആ നവരസങ്ങളുടെ ഒത്ത നടുക്ക് കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനെയാണ്? ശൃംഗാരവീര കരുണാത്ഭുത ശാന്ത ദുഃഖ ബീഭത്സ ഹാസ്യം 4 4 8 1 9. ഒത്ത നടുക്ക് എന്താണ്? ശാന്തം. നിങ്ങൾ എപ്പോഴാണോ ശാന്തനായിരിക്കുന്നത് അപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ സന്നദ്ധമായിരിക്കുന്നത്. സംശയിക്കേണ്ട. ശൃംഗാരം മൂർച്ഛിച്ച നേരത്ത് എന്തെങ്കിലും സമചിത്തതയോട് ചെയ്യാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. വീരമായാലും ഞാൻ വീരശിഖാമണിയായിരിക്കുമ്പോൾ എനിക്ക് നേരെ ചൊവ്വയെ ഒന്ന് ശ്വാസം കഴിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. കരുണമായി നമ്മൾ അലിഞ്ഞു പോകുന്ന നിമിഷത്തിൽ ശക്തമായിട്ടൊരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. ശാന്തനായിരിക്കുകയാണെങ്കിൽ ഈ ഏത് വേണമെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് മനുഷ്യൻ്റെ ഭാവങ്ങളെ നവരസങ്ങളായി ചുരുക്കി കാണാമെങ്കിലും അതിൻ്റെ ഒത്ത നടുക്കുള്ള അവസ്ഥ, നിതാന്തമായ മധ്യസ്ഥത എന്ന് പറയുന്നത് ശാന്തമാണ്. അതുകൊണ്ട് ശാന്തമാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സത്യാവസ്ഥ എന്ന് ധരിച്ചോളുക. ഞാൻ അങ്ങനെയാണ് ധരിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു വായനയിൽ നിന്ന്, അറിവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു നിഗമനം അതാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പറയുന്ന ഒരു സംബന്ധിച്ചാൽ
നമ്മൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എൻ്റെ നെഞ്ഞത്ത് കൊണ്ടുപോയി എന്നൊക്കെ പറയല്ലോ നമ്മൾ, ഹൃദ്യമായി. യഥാർത്ഥത്തിൽ ഈ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പറയുന്നത് ശാസ്ത്രീയമായിട്ട് തെറ്റല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മസ്തിഷ്കത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ മസ്തിഷ്കപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നല്ല ശരിക്ക് ശാസ്ത്രീയമായിട്ട് ശരി എന്നുള്ളൊരു ചോദ്യം. പിന്നെ വേറൊരു ചോദ്യമല്ല, നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധമാണ്. നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചു, നമ്മുടെ ഈ അതായത് നമ്മുടെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ഓരോ ആക്ഷനെയും തീരുമാനിക്കുന്നത് എന്ന്. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മനുഷ്യന് ഫ്രീ വിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. ഫ്രീ വില്ല് മനുഷ്യനുണ്ടോ? അല്ല നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളാണോ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും തീരുമാനിക്കുന്നത്? ഉദാഹരണം പറഞ്ഞാൽ ഈ ഗോവിന്ദചാമി ഈ ബലാത്സംഗം ചെയ്യുന്നത് അയാളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഇതുകൊണ്ടാണ് അയാൾ ബലാത്സംഗം ചെയ്യുന്നത്, അല്ലാതെ അയാളുടെ ഫ്രീ വില്ല് കൊണ്ടല്ല എന്ന ഒരു വാദം ഉണ്ട്, ശക്തമായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് ശരിയാണോ എന്ന് അത് നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു അനുബന്ധ ചോദ്യമാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെയാവാം, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു വിയോജിപ്പും പറയില്ല. നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ ചെയ്യണം. പക്ഷേ നമുക്ക് അങ്ങനെ തന്നെയാണ് ചെയ്യാൻ തോന്നേണ്ടത് എന്നും കൂടി നമുക്ക് തോന്നണം. അതാണ് പ്രശ്നം. ഞാനൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇതാണോ ചെയ്യേണ്ടത്, ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ഉറച്ച ബോധം കൂടി നമുക്ക് ഉള്ളിൽ തന്നെ വേണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അതിനെയാണ് വലിയ അപകടാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ രാസവസ്തുക്കൾ മാത്രമൊന്നുമല്ല നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം. രാസവസ്തു അതിൻ്റെ ബഹിസ്ഫുരണമാണ്. നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഹോർമോൺ ഉണ്ടാകുമ്പോൾ ആ ഹോർമോണിൻ്റെ ബലം കൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ ഹോർമോൺ ഉണ്ടാക്കിയ ഒരു സംവിധാനം വേറെ അതിനകത്തിരിപ്പുണ്ട്. നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് 1000 തിരതിരച്ച് ഉള്ളിലിരിക്കുന്ന എന്തോ ഒന്ന് സാധനമല്ലേ, അതിനെക്കുറിച്ച് പറയുന്ന മാതിരിയാണ്. അതിൻ്റെ ഏറ്റവും ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് ഇനിയും ശാസ്ത്രത്തിന് മനസ്സിലായിട്ടില്ല. എവിടെ വെച്ചാണ് ഒരു മൊർഫീൻ കഴിക്കുന്ന ആൾ മൊർഫീനിൽ നിന്ന് മോചനം നേടുന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഞാനൊരു ദിവസം മദ്യം കഴിക്കുമ്പോൾ ആ മദ്യം എൻ്റെ ലിവറിൽ പോയി ബ്ലഡിൽ കലർന്ന് ബ്രെയിനിലെത്തി ബ്രെയിനിലുണ്ടാക്കുന്ന റിയാക്ഷൻസ് നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ ചോദിച്ചാൽ എന്താ പറയുക മറുപടി? അതേ അനുഭവം നമുക്ക് ബ്രെയിനിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. MP നാരായണപിള്ള ഒരു ഘട്ടത്തിൽ മദ്യപാനം തീരെ നിർത്തി, ഒട്ടും മദ്യപിക്കാതെയായി. അഹോരാത്രം മദ്യപിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഞാനവർക്ക് ചോദിച്ചു, എന്താ MP ഇതൊക്കെ നിർത്തി നല്ല ആളായത്? എടോ, എനിക്കിപ്പോൾ ഞാൻ മദ്യപിച്ച് പരിപൂർണ അവസ്ഥയിൽ അങ്ങേയറ്റത്തെ മദ്യപാന അവസ്ഥയിൽ എത്തുന്ന ഒരു വികാരം, ഒരു അവബോധം എന്നിലുണ്ടാക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്, ഒന്നും കൊഴിക്കാണ്ടേ. അപ്പോൾ ഞാൻ നിർത്തി. വെറുതെ എന്തിനാ ഞാൻ കാശ് കൊടുക്കേണ്ട കാര്യം? മനസ്സിലായില്ലേ? ഇത് സാധ്യമാണ് എന്നർത്ഥം. നമ്മുടെ മനസ്സിനകത്തുള്ള നമ്മുടെ മസ്തിഷ്കത്തിനുള്ള കഴിവുകളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഭൂമിയിലുള്ള മനുഷ്യരുടെ മസ്തിഷ്ക ശേഷിയിൽ 1% പോലും ശരിയായി പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ കണക്കെടുപ്പ്. ബാക്കിയെല്ലാം വേസ്റ്റായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഹൃദ്യമായി സ്വാഗതം ചെയ്താലും നമ്മുടെ ഉദരപൂർവ്വം സ്വാഗതം ചെയ്താലും എല്ലാം ഫലം ഒന്ന് തന്നെയാണ്. സംഗതി ഞാൻ എൻ്റെ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് അങ്ങയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അർത്ഥം. എല്ലാ അവയവങ്ങളുടെയും പേര് പറയാൻ കഴിയാത്തത് കൊണ്ട് ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ എൻ്റെ കാല് കൊണ്ട് അങ്ങയെ സ്വാഗതം ചെയ്യുന്നത് പറയാൻ പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ കാര്യം. എൻ്റെ പേര് ഷാരൂൺ എസ്തീബ്. എൻ്റെ ചോദ്യം ഇതാണ്. ഏതാണ്ട് 456 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉത്ഭവിച്ചത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഏതാണ്ട് 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആദിമ മനുഷ്യരുണ്ടായെന്ന് പറയുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഈ മനുഷ്യരാശിയുടെ അവസാനം എങ്ങനെയാണ്? അതായത് മനുഷ്യരാശിയുടെ അവസാനം മനുഷ്യനിർമ്മിത ദുരന്തത്തിലൂടെ ആകുമോ അതോ ഈ ഭൂമിയുടെ അവസാനത്തിലൂടെ ആകുമോ? ഭൂമിയുടെ അവസാനം
എന്തായാലും അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഏറ്റവും വിശ്വസനീയമായ ഒരു പ്രവചനം ഉണ്ടായതിനൊക്കെ നാശമുണ്ട് എന്നതാണ്. ഉണ്ടായത് എന്ന് പറയുന്നത് മാറ്റർ ആണ്, മെറ്റീരിയൽ ആണ്. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായത്, സത്യത്തിൽ അടിസ്ഥാനമായിരിക്കുന്ന ഒരേ ഒരു കാര്യം മാറ്റർ അല്ല, എനർജിയാണ്. അപ്പോൾ എല്ലാം എനർജിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എനർജിയിൽ തന്നെ വീണ്ടും ലയിക്കുന്നു, അതിൽ നിന്ന് തന്നെ വീണ്ടും ഉണ്ടായി വരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ശാസ്ത്രത്തിന് ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ ഭൂമിയും അതിലെ എല്ലാതും ഒരു കാലത്ത് ഇല്ലാതെയാവും. അനേക കോടാനുകോടി കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കാം, പക്ഷേ ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മളൊക്കെ എവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് മാത്രമേ മറുപടി പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ ജീവൻ എന്ന് പറയുന്ന ഒരു സംഗതി ഈ എനർജിയുടെ ഒരു ഭാഗമായിരിക്കാം. അത് ഈ പ്രപഞ്ചത്തിൽ വേറെ എവിടെയൊക്കെയോ പോയി വേര് പിടിച്ച് അവിടെയൊക്കെ വീണ്ടും പിറന്ന് വീണ്ടും വേറെ എന്തെങ്കിലും രൂപത്തിലൊക്കെ ജീവികളായി ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എത്തിയിരിക്കാം. നമുക്ക് പറയാൻ വയ്യ. അത്രയൊന്നും നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണാനോ പ്രവചിക്കാനോ ഒന്നും സാധ്യമല്ല. പക്ഷേ ഉണ്ടായതിനൊക്കെ നാശമുണ്ട് എന്ന കാര്യത്തിന് ഒരു സംശയമില്ല. ആ നാശം നമ്മളായിട്ട് വരുത്തണോ വേണ്ടയോ എന്ന് മാത്രമേ നമുക്ക് ആകെ സംശയിക്കാൻ, ഒരു നമ്പൂരി പറഞ്ഞ പോലെ, ഒരു വകുപ്പുള്ളൂ. അതുകൊണ്ട് അത് വേണമെങ്കിൽ ആലോചിക്കാമെന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആലോചിച്ചിട്ട് ഒരു കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇതിനൊരു തീരുമാനമാവണ്ടേ ആദ്യം. വിജയ മഠത്തിൽ ഒരു ചോദ്യം കൊണ്ടെന്ന് തന്ന് പോയിട്ടുണ്ട്, വായിക്കുന്നില്ല. ഇല്ല, അവർ ചോദിക്കുന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മളിവിടെ മനുഷ്യരാശിയുടെ ഭാവി എന്നൊരു കാര്യമാണല്ലോ ചർച്ച ചെയ്തത്. എന്താ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർ മാത്രമേ ഉള്ളൂ? ഒരുപാട് ജീവജാലങ്ങൾ വേറെ ഇല്ലേ? അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഭാവി എന്താണ്? അതിൻ്റെയൊക്കെ ഭാവി ഉൾപ്പെടെയാണ് ഈ മനുഷ്യരാശിയുടെ ഭാവി എന്ന് പറഞ്ഞത്. കാരണം ഈ ജീവജാലങ്ങൾ ഏതെങ്കിലും ഒന്നില്ലാതെ മനുഷ്യൻ്റെ ജീവൻ ഇപ്പോഴത്തെ അവസ്ഥയിലോ അല്ലെങ്കിൽ പൂർണ്ണമായോ നിലനിൽക്കാൻ ശക്തിയുള്ളതല്ല. ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്നതാണെങ്കിൽ പോലും എല്ലാ ജീവനുകളും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗങ്ങളാണ്. അത് വളരെ സത്യമായ ഒരു പ്രസ്താവമാണ്. ഈ ഭൂമിയിലുള്ളത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ ജീവനുണ്ടോ, എനർജിയുണ്ടോ, എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതൊക്കെ തന്നെ മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ സയൻസിന് സംശയമില്ല. ഇതൊക്കെ ഇൻ്റർലോക്ഡാണ്. എവിടെയെങ്കിലും ഒരു ചെറിയ അപജയം സംഭവിച്ചാൽ അത് മൊത്തം ശൃംഖലയെ ബാധിക്കും എന്ന കാര്യത്തിൽ, അതിനെയാണ് ഇപ്പോൾ ഈ കോസ്മിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഒരു 8 കാലി വലിയൊരു വല കെട്ടുന്നു. കാട്ടിലൊക്കെ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വേറൊരു മരത്തിൻ്റെ മുകളിലേക്കാണ് 8 കാലി വല കെട്ടുന്നത്. അങ്ങനെ ഒരു 4 മരങ്ങളെ കൂട്ടിക്കെട്ടി ഒരു വലിയ വല ഉണ്ടാക്കുന്നു. എന്നിട്ട് 8 കാലി ആ വലയുടെ നടുവിലോ മൂലയിലോ എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണ്. ഇത്രയും വലിയ വലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഏറ്റവും ചെറിയ പ്രാണി വന്ന് വീണാൽ 8 കാലി അറിയും, ഉടനെ അവിടേക്ക് പോവുകയാണ്. സ്പന്ദനം കൊണ്ടാണ് അറിയണത് എന്നർത്ഥം. നമുക്കിതൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ അറിയില്ല, മനസ്സിലാവില്ല. അതുപോലെ ഒരു തേനീച്ച അത് 40 കിലോമീറ്റർ ദൂരെ പോയിട്ട് തേൻ ശേഖരിക്കും. ഈ തേനീച്ച ഈ 40 കിലോമീറ്റർ വരെ പോയിട്ടുള്ള തേനീച്ച ഒട്ടും വഴി പഴയ്ക്കാതെ തിരിച്ച് പറന്നു വരും. എന്താ ഗൈഡ് ലൈൻ? എന്താണ് അതിൻ്റെ ഈ നമ്മുടെ വല്ല മൊബൈൽ വെച്ചിട്ട് വല്ല ഡയറക്ഷൻ ഫൈൻഡിങ് ഏർപ്പാട് വല്ല കാണും? ഒരു സംശയമില്ല, അത് മടങ്ങി വരും. അപ്പോൾ അത് പോകുന്ന വഴി അതിന് ഓർമ്മയുണ്ടായിട്ടാണോ മടങ്ങി വരുന്നത്, അതോ അത് പോയയിടത്ത് എവിടുന്നാണ് പുറപ്പെട്ടത് അവിടെയുള്ള ഒരു സ്പന്ദത്തിൻ്റെ അലകൾ അതിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണോ? നമുക്കറിയില്ല. വളരെ കാലം മുമ്പ് ഒരു പരീക്ഷണം നടത്തി, ഒരു സോവിയറ്റ് യൂണിയനിലാണ് ആ പരീക്ഷണം നടത്തിയത്. അതായത് ഒരു മുയലിൻ്റെ കുഞ്ഞുങ്ങളെ
പ്രസവിച്ച ഉടനെ വേർപെടുത്തി 5-6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഈ മുയലിനെ അതിൻ്റെ ജീവസ്പന്ദങ്ങൾ രേഖപ്പെടുത്താനുള്ള ചാർട്ടുകൾ ഘടിപ്പിച്ച ഒരു ലാബിൽ ബന്ധിപ്പിച്ചു. ഈ കുഞ്ഞുങ്ങളെ ഒരു മുങ്ങിക്കപ്പലിൽ കൊണ്ടുപോയി, ആർമിയുടെ കപ്പലായിരുന്നു, ലോകം മുഴുവൻ പോകുന്ന മുങ്ങിക്കപ്പലിനകത്ത് കൊണ്ടുപോയിട്ട് എവിടെ ദൂരെ സ്ഥലങ്ങളിൽ ആഴങ്ങളിൽ വെച്ചിട്ട് ഓരോന്നിനായിട്ട് കൊന്നു. ഓരോ കുഞ്ഞിനെ കൊന്നപ്പോഴും മരിച്ചപ്പോഴും ഈ അമ്മയുടെ ജീവസ്പന്ദങ്ങളിൽ പ്രകടമായ ഒരു മാറ്റം കണ്ടു. എങ്ങനെ കണ്ടു? ആകെ 5, 6, 10 ഗ്രാം തൂക്കമുള്ള കുഞ്ഞാണിത്. അതിൻ്റെ ബ്രെയിനിൽ എന്തുമാത്രം പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്മിറ്റർ ഉണ്ടാവും ആലോചിച്ച് നോക്കും. അപ്പോൾ അതല്ല അതിൻ്റെ ഒരു ആശയവിനിമയ രീതി എന്നർത്ഥം. പക്ഷെ ഒരു ആശയവിനിമയ രീതി ഉണ്ട്. ഈ ഒരു കോർഡിനേഷൻ അത് ജീവൻ്റെ വേറൊരു ലക്ഷണമായിട്ടാണ് അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവരാശിയിൽ എൻ്റെ ജീവനും എന്നെ കടിക്കുന്ന എറുമ്പിൻ്റെ ജീവനും ഒരേ ജീവനാണ് എന്നർത്ഥം. നമ്മൾ അറിഞ്ഞേ മതിയാവുമോ അത് ജീവൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണ് എന്ന അന്വേഷണത്തിന് ഇപ്പോൾ ശാസ്ത്രത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു പക്ഷിയുടെ ജീവനും എൻ്റെ ജീവനും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ എൻ്റെ സമ്പ്രദായങ്ങളും പക്ഷി അതിൻ്റെ സമ്പ്രദായങ്ങളും പാലിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം കഴിഞ്ഞാൽ ബാക്കിയുള്ള കോമൺ ഫാക്ടർ എന്താണ്? ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ ഒക്കെ ശാസ്ത്രം ഇപ്പോൾ പരിശോധിച്ച് ഉണ്ട് എന്ന നിഗമനത്തിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഒരു വലിയ നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന എന്തോ ഒന്നാണ് നമ്മളെന്നും നമ്മളത് അറിഞ്ഞിരിക്കണം എന്നും അത് പണ്ടത്തെ കാലത്തെ ഈ നേരത്തെ പറഞ്ഞ പൗരസ്ത്യ ദർശനങ്ങളിലൊക്കെ കാണാവുന്ന ഒരു കാഴ്ചപ്പാടാണ്. പൗരസ്ത്യമല്ല, പാശ്ചാത്യമോ എന്തായാലും കൊള്ളാം, പൂർവിക ദർശനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു അറിവാണ് ഇതും. നമസ്തേ. ഞാൻ ചോദ്യമായിട്ട് ചോദിക്കാത്തത് കൊണ്ടാണ് എഴുതി കൊണ്ടുവരാഞ്ഞത്. പക്ഷേ 1-2 എനിക്ക് തോന്നിയ അഭിപ്രായം സാറ് പറഞ്ഞതുമായിട്ട് പോവാൻ പറ്റുന്നത് തോന്നിയോണ്ടാണ്. 35 വർഷത്തോളം ഈ മനുഷ്യരാശി ഭീഷണിയില്ലാതെ പോകുമെന്നും അത് കഴിഞ്ഞാൽ നമുക്ക് ഭീഷണി ഉണ്ടാവും എന്നുള്ള വിധത്തിലാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ആശങ്കയായി. 35 വർഷം കഴിയുമ്പോൾ എൻ്റെ പേരക്കുട്ടികളൊക്കെ എൻ്റെ അത്ര ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് 5-6 പേരക്കുട്ടികളുണ്ട്. പക്ഷേ എനിക്ക് ആശ്വാസം തരുന്നത് ഭാരതീയ ദർശനങ്ങൾ, നമ്മുടെ ഷഡ് ദർശനങ്ങൾ, ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മൾ അതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരമാവില്ലേ മനുഷ്യരാശിയുടെ നാളേക്ക് എന്നുള്ളതാണ് എനിക്ക് ഒരു സാറിന് എടുത്തുന്നൊരു വിശദീകരണം പ്രതീക്ഷിക്കുന്നത്. പിന്നെ സംസാരത്തിൻ്റെ ഇടയിൽ സാറ് പറയുണ്ടായി വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ലോകർ തമ്മിൽ ബന്ധപ്പെടാനും അതുപോലെ കൂടുതൽ അടുക്കാനൊക്കെ അവസരമുണ്ടായിന്ന്. ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഭാഷയിൽ കൃണ്വന്തോ വിശ്വമാര്യം, വസുധൈവ കുടുംബകം എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ലോകം ഒരു പക്ഷിക്കൂട് പോലെ ആണ് എന്നുള്ള ആ ചിന്ത നമ്മുടെ സംസ്കൃതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒരു എളിയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഭാരതീയ ദർശനങ്ങളെ മനസ്സിലാക്കുകയും നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ചിത മാ കൃതകസ്യ സിദ്ധനം എന്നുള്ള ചിന്തകളിലേക്കൊക്കെ പ്രചരണം കൊടുത്തുകൊണ്ട് യഥാർത്ഥ ജ്ഞാനം നമ്മുടെ ഭാരതത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്കിതിനൊക്കെ ഒരു പരിഹാരം കണ്ടുകൂടെ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതീക്ഷ ആണ് എൻ്റെ മനസ്സിലുള്ളത്. സാറിൻ്റെ ആ ഭാഗം ഒന്ന് സാറ് കൂടുതലൊന്ന് പറഞ്ഞു തരും എന്ന് വിശ്വസിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരുപാട് നല്ല അറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം വരുന്നത് ഇതിന് ഒരു നിറം കിട്ടുമ്പോഴാണ്. അറിവിന് നിറം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. പണ്ടാരാണ്ട് പറഞ്ഞു, തൃശ്ശൂർ
എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഒരു ദിവസം കൊണ്ടുപോയിട്ട് ഈ ബോട്ടൽഡ് ലിക്കർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കൊണ്ടുപോയി കാണിച്ചു തന്നു. അവിടെ ബോട്ടൽഡ് ലിക്കർ എങ്ങനെ ഉണ്ടാക്കണം വെച്ചാൽ വലിയ ഒരു ശരാവം ചരക്ക് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം അതിൽ പച്ചവെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് അത് ഏതാണ്ട് ഒരു പ്രത്യേക ഡിഗ്രി ചൂടാവുമ്പോൾ അതിൽ എത്രയോ ഒരു കണക്കുണ്ട്, അതനുസരിച്ച് സ്പിരിറ്റ് ഒഴിക്കും. എന്നിട്ട് നല്ലപോലെ ഇളക്കും. ഇളക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഈ ബ്രാൻഡിയുടെ എസൻസ്, വിസ്കിയുടെ എസൻസ്, ഇതൊക്കെ ഓരോരോ കണക്കനുസരിച്ച് ഒഴിച്ച് അതാത് ബ്രാൻഡ് ഉണ്ടാക്കും. മനസ്സിലായോ? എല്ലാ കാര്യവും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഈ വെള്ളവും ഈ ആൽക്കഹോളുമാണ് അതിൻ്റെ കണ്ടൻറ്റ്. ബാക്കിയുള്ളത് എന്താ വെച്ചാൽ ഈ നിറമാണ്. ഈ വാങ്ങിക്കഴിക്കുന്ന ആൾ ഈ നിറം നോക്കിയാണ് ഇത് വാങ്ങിക്കഴിക്കുന്നത്. അതുപോലെ ദാർശനികത എന്ന് പറയുന്നത് ഒരു ദേശീയതയുടെയോ ഒരു നാടിൻ്റെയോ ഒരു വൈകാരികതയുടെയോ ഒന്നും അർത്ഥമായി കണക്കാക്കിക്കൂടാ. നമുക്ക് ഒരുപാട് അറിവുണ്ടായിട്ടുണ്ട് പഴയ കാലത്ത് തൊട്ട്. പല നാടുകളിലായി, പല ഭാഷകളിലായി, പല കാവ്യസങ്കല്പങ്ങളിലായി പല അറിവുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ അറിവുകളൊക്കെ ഇത്ര കാലം ഉണ്ടായിട്ടും അതുകൊണ്ട് ഈ ലോകം രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മറന്നുകൂടാ ആ കാര്യം. അപ്പോൾ ഈ അറിവുകളെ കൊണ്ട് നമ്മൾ ഈ ലോകത്തെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഈ അറിവുകളെ എന്തിനാണോ ഇതുവരെ ദുരുപയോഗം ചെയ്തത്, ആ ശക്തികളൊക്കെ കൂടി അതിനെ ചെറുക്കും. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവുള്ളൂ. അതുകൊണ്ട് സത്യാവസ്ഥ അറിയുന്ന ആള് പാക്ഷികത ഉപേക്ഷിക്കണം. വസുദൈവ കുടുംബകം എന്ന് ഞാൻ പറയുന്നത് എൻ്റെ നാടിൻ്റെ മാത്രം ഈ ലോകത്തിനുള്ള സംഭാവനയാണ് എന്നല്ല നമ്മൾ ധരിക്കേണ്ടത്. വസുദൈവിക കുടുംബകം എന്നത് ഒരു മാത്തമാറ്റിക്കൽ സമവാക്യം പോലെ സത്യമായ ഒരു പ്രസ്താവമാണ് എന്നാണ്. അതിന് നാഷണാലിറ്റി ഇല്ല, ജാതിയില്ല, മതമില്ല. നമ്മുടെ ദർശനങ്ങളെ ആരൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി ദുരുപയോഗം ചെയ്തതിൽ നിന്ന് ആ ദർശനങ്ങൾക്ക് മോചനം കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി നമ്മുടെ ഈ തലമുറയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മനുഷ്യരാശിക്ക് പോകാൻ ചിലപ്പോൾ വേറെ വഴിയില്ല എന്ന് വരാം, പക്ഷേ അത് ഒരാളുടെ പാറ്റൻ്റാണ്, മൗലികാവകാശമാണ്, ഞാനാണത് കണ്ടുപിടിച്ചത് എന്ന് ആരും പറഞ്ഞിട്ട് വിശേഷിച്ച കാര്യമൊന്നുമില്ല. ഇപ്പോൾ ആര് കണ്ടുപിടിച്ചു എന്നുള്ളതല്ല, ആർക്കെങ്ങനെ ഉപയോഗിക്കാൻ കഴിയണം, ആ നല്ല ഉപയോഗത്തിനെ ആരെങ്ങനെ തടയുന്നു എന്നൊക്കെ കൂടിയുള്ള ചിന്തയാണ് നമ്മൾ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ ചുരുക്കം. ഈ നാട്ടിലുള്ള നമ്മുടെ പഴയ സമ്പത്ത് എന്ന് പറയുന്നത് അനേക ജാതി മതങ്ങളുടെ ഒരു ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ന് ലോകത്ത് ഇത്രയേറെ ജാതികളുള്ള, ഇത്രയേറെ വ്യത്യാസങ്ങളിലുള്ള ഒരു ജനവിഭാഗം നമ്മുടെ നാട് പോലെ വേറെ എങ്ങുമില്ല. ഇവിടെ ഓരോരുത്തർക്കും കീഴേ ആരെങ്കിലും വേണം, മേലെയും ആരെങ്കിലും വേണം ചീത്ത പറയാൻ, താഴെയും ആരെങ്കിലും വേണം ചീത്ത പറയാൻ. താഴെയുള്ളവരെ ഞാൻ ചീത്ത പറയും, മേലെയുള്ളവരെ എന്നെ ചീത്ത പറയും. ഇത് രണ്ടും കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ തരംതിരിവുകൾക്കൊക്കെ രാഷ്ട്രീയമായ കക്ഷിഭേദങ്ങൾ വന്നിട്ട് അതിൻ്റെ പേരിൽ ജനം ശിഥിലീകൃതമായി ഒന്നിച്ചു നിൽക്കാൻ നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ശബ്ദമുണ്ടാക്കും തോറും ഈ കാണുന്ന എല്ലാ വൈതാളികതയ്ക്കും നമ്മൾ ചൂട്ടുപിടിക്കുകയാവുകയും ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഒരു ശാസ്ത്രബോധമുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് അതിനോട് അത്ര അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് കഴിയാത്തത്. അത് എൻ്റെ ഒരു കഴിവുകേടായിരിക്കാം. ഏതായാലും അതാണ് സത്യാവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. നാളെ നമുക്ക് ഇതുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ തോന്നുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഈ ലോകത്ത് ഉള്ളവനില്ലാത്തവന് നൽകിയാൽ നമുക്ക് ഒത്തൊരുമയോടെ ജീവിക്കാൻ കഴിയും എന്ന തത്വം സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യരാശിക്ക് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉയരാനുള്ള അവസരം ഉണ്ടാകുമോ? പൊതുവെ മനുഷ്യൻ പണിയെടുക്കാതെ മടിയനായി തീരില്ലേ? അതൊരു രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയെ അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കില്ലേ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. താങ്ക് യു സർ.
ചോദ്യം വളരെ പ്രസക്തമാണ്. മനുഷ്യൻ മടിയനായി തീരുമോ എന്നുള്ളതാണ്. നമ്മൾ ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് അവരുടെ ഇല്ലായ്മയൊക്കെ തീർത്താൽ പിന്നെ ഇല്ലാത്തവരൊന്നും പണിയേണ്ട കാര്യമില്ലല്ലോ എന്നാണ്. പക്ഷെ നമ്മൾ ആലോചിക്കാനുള്ളത്, ഈ ഉള്ളവരുണ്ടാക്കിയത് ഇല്ലാത്തവർ പണിയെടുത്തിട്ടല്ലേ? അത് മറക്കാൻ പറ്റില്ലല്ലോ. അത് ആദ്യം വേണ്ടാന്ന് വെച്ചാൽ പോരെ, പിന്നെ പ്രശ്നമില്ലല്ലോ. മറ്റുള്ളവർക്ക് ഇന്നേക്ക് വേണ്ടത് എനിക്ക് നാളേക്ക് വേണ്ടി വരുന്ന വിചാരിച്ച് കൊണ്ടുപോയി എടുത്തു വെച്ചിട്ടാണല്ലോ ഇന്നുള്ളവർക്ക് ഈ മറ്റുള്ളവർക്ക് ഇല്ലാതെ ആയത്. നമുക്ക് ഒരു നാട് നേരെയാവണം, ലോകം നേരെയാവണം എന്ന് മോഹം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളതെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണ്ടേ? ഇത് അനന്തകാലം വരെ എനിക്ക് നാളെ ആവശ്യം വരാം എന്ന് കരുതി കൊണ്ടുവച്ചിട്ടാണല്ലോ മറ്റുള്ളവർക്ക് അനന്തകാലം വരെ ഇല്ലാതാവുന്നതും കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്നതും ഒക്കെ. അതുകൊണ്ട് നാളെ എന്തായാലും മനുഷ്യർക്ക് ഒരു തോന്നൽ, ഉറപ്പ് ഉണ്ടാവും എന്നതിന് സംശയമൊന്നുമില്ല. നമ്മൾ ആ കാര്യത്തിലൊട്ടും സംശയിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടത് ഞാൻ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനെങ്കിലും തയ്യാറായാലേ, അതാണല്ലോ. ഒരു കാരക്കയിലെ ഒരു ചികിളെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന നിഷ്ഠ പാലിക്കാൻ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവിടെ. ഇതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇത്രയൊക്കെ മഹാത്മാക്കള് ഈ ലോകം നേരെയാവാനുള്ള ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും നമ്മൾ ആ ഒരു പ്രതിസന്ധി വരെ വരാത്തത് കൊണ്ട് നമുക്ക് ഇതൊക്കെ സാത്മീകരിച്ച് സ്വന്തമാക്കി ലോകത്തിന് നന്മ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന സത്യാവസ്ഥ. അപ്പൊ അതിനെപ്പോഴെങ്കിലും ഇതൊക്കെ നമ്മൾ വീണ്ടും വായിക്കുകയും അറിയുകയും ഒക്കെ വേണ്ടെന്നല്ല ഞാൻ പറയണത്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും ഇതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല ഇത്രയും കാലം. ഇന്നുള്ള എല്ലാ ജാതികളും മതങ്ങളും തത്വശാസ്ത്രങ്ങളും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിലവിലിരിക്കെയാണ് ലോകം ഇന്നുള്ള ഈ ഒരു വിഷമം പിടിച്ച അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മരുന്നൊക്കെ ഷെൽഫിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ലോകം എന്ന രോഗി മരണാവസ്ഥയിൽ കിടക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ മരുന്നിന് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അത് സത്യമായും പരീക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചു പോയി എന്നും, അല്ലെങ്കിൽ ഈ മരുന്നിന് അത്രയേ ശേഷിയുള്ളൂ എന്നും ഒക്കെ നമുക്ക് തീരുമാനിക്കേണ്ടി വരും. എന്തായാലും പുതുതായിട്ട് ഒരു മരുന്ന് ഔഷധക്കൂട്ട് നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നു എന്നാണ് ഇത്രയും നേരെ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ പൊതുവായ ഒരു തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവതരിപ്പിച്ച് ഈ ചർച്ച അവസാനിപ്പിക്കാൻ എന്നെ അനുവദിക്കണം എന്നാണ് അടുത്ത അപേക്ഷ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മഹത്തുക്കളിൽ മനുഷ്യരാശിയുടെ നാളെ എന്ന വിഷയത്തെക്കുറിച്ച് സാരഗർഭമായ പ്രഭാഷണം നടത്തിയ രാധാകൃഷ്ണൻ സാറിന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓരോ മാസത്തിലും നടത്താറുള്ള പ്രഗത്ഭ വ്യക്തികളുടെ പ്രഭാഷണം കേൾക്കാൻ വരുന്നവർ അഭ്യസ്തവിദ്യരായ പ്രഗത്ഭ വ്യക്തിത്വങ്ങളാണ്. കൂടുതൽ അറിയാനുള്ള അഭിവാഞ്ചയാണ് ഈ ഹോൾ മുഴുവൻ തിങ്ങി നിറയുന്നതിനുള്ള കാരണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. നോൺ ഈസ് എ ഡ്രോപ്പ്, അൺനോൺ ഈസ് എൻ ഓഷ്യൻ എന്ന ആപ്തവാക്യം ഓർക്കുകയാണ്. അറിയുന്ന കാര്യങ്ങൾ ഒരു തുള്ളി മാത്രമാണ്, അറിയാത്ത കാര്യങ്ങൾ പ്രവിശാലമായ സമുദ്രം പോലെയാണ്. അതുകൊണ്ട് ഇത്തരം മഹത്തായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സെറീന ട്രസ്റ്റിൻ്റെ നായകത്വം വഹിക്കുന്ന സുധാകരൻ സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഊർജ്ജസ്വലരായി പങ്കെടുത്ത എല്ലാവർക്കും സെറീന ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ ഈ പരിപാടി സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ ഏറെ നാൾ പ്രവർത്തിച്ച സംഘാടകർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.